ഈ മാതാപിതാക്കളെ നോക്കുന്നതാരാണ്? ഞങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്തു തരുന്നതാരാണ്? ഞങ്ങൾക്ക് വസ്ത്രമലക്കി തരുന്നതാരാണ്? ഞങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യുന്നതാരാണ്? ഇത് കേട്ട പ്രവാചക പ്രവീണർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രിയപ്പെട്ട സഹോദരനോട് പറയുകയാണ്, മോനെ, നീ ധാർമ്മിക പോരാട്ടത്തിന് വരണ്ട, നീ ധാർമ്മിക സമര പോരാട്ടത്തിന് വരണ്ട. നിന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് നീ പോയി സംരക്ഷണം ചെയ്തു കൊടുക്ക, നിന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് നീ പോയി സംരക്ഷണം ചെയ്തു കൊടുക്ക, നിന്റെ ഉമ്മാക്കും വാപ്പാക്കും നീ ഖിദ്മത്തെടുക്കടാ മോനെ. അതുപോലെ തന്നെ ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമാ, അതുപോലെ തന്നെ ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമാ. വദിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുഹുമാ. പ്രായാധിക്യമുണ്ടായിട്ട് ഖുർആൻ പറയുകയാണ്, പ്രായാധിക്യമുണ്ടായിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നിങ്ങളുടെ ചാരത്തേക്ക് വന്നാൽ, നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നിങ്ങളുടെ ചാരത്തേക്ക് വന്നാൽ വെറുത്തിട്ടൊരു വർത്തമാനം നിങ്ങളാരും ഉമ്മാനോടും വാപ്പാനോടും പറയാൻ പാടില്ല. വെറുത്തിട്ടൊരു വർത്തമാനം നിങ്ങളുടെ ഉമ്മാനോട് പറയല്ലേ. നിങ്ങളുടെ അല്ലാഹു അവനെ ശപിക്കുന്നതാണ്. സഹോദരങ്ങളെ, ശാപമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദരിക്കാൻ പറഞ്ഞപ്പോൾ അബൂന അബുൽ ബസർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദരിക്കാൻ പറഞ്ഞിട്ട് സുജൂദിന് കൽപ്പിച്ചപ്പോൾ അള്ളാഹുവിന്റെ അടുത്ത് യുക്തിവാദം പറഞ്ഞു, നിന്നാണ് ആദമിനെ പഠിച്ചത്, എന്നെ പഠിച്ചത് തീന്നാ. ഞാനിങ്ങനെ ആദമിനെ, മണ്ണിൽ നിന്ന് പടയ്ക്കപ്പെട്ട ആദമിനെ മണ്ണിട്ടു നോക്ക് വീഴുന്നത് താഴോട്ടാ, തീ കത്തിച്ചു നോക്കതിന്റെ ജ്വാലകൾ മേപ്പോട്ടാ. ആദമിനെ ആദരിക്കുക, സുജൂദ് ചെയ്യുക എന്ന് പടച്ചവനോട് സൈസിനോട് അല്ലാഹു പറഞ്ഞു, ഫഖ്റുജ്, ഇറങ്ങടാ പുറത്ത്, ഇന്നക റജീം, ശപിക്കപ്പെട്ടവനാണു നീ, ശപിക്കപ്പെട്ടവനാണു നീ. ഫസജദൽ മലായികതു കുല്ലുഹും അജ്മഈൻ ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. യും വാപ്പാനെയും ആക്ഷേപിക്കുന്നവന്മാരെ അല്ലാഹു അങ്ങ് ഇബ്ലീസിലേക്ക് എത്തിക്കുന്നതാണ്. ഒരു ചീത്ത വാക്കവരെ പറഞ്ഞാൽ പിന്നെ അല്ലാഹു അവനെ ശപിച്ചിടുന്നതു തന്നെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അതാ മഹാനായൊരു വലിയ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോടൊപ്പം യാത്ര ചെയ്യുകയാണ്. മഹാനായ ഒരു വലിയ തന്റെ ശിഷ്യന്മാരോട് ദിവസമാണ്. അതാ ഒരു വീട്ടിൽ അഭയം തേടിക്കുന്നു.
രാത്രിയായല്ലോ ഉമ്മാ, ഞങ്ങൾക്കും ഞങ്ങളുടെ ഉസ്താദിനും നിങ്ങളുടെ വീട്ടിൽ നിന്ന് താമസത്തിന് അവസരം തരുമോ? ഞങ്ങൾ സുദീർഘമായ യാത്ര ലക്ഷ്യം വെച്ച് സഞ്ചരിക്കുന്ന യാത്രാ സംഘമാണ്. ഇനിയും ഞങ്ങളുടെ യാത്ര ഈ രാത്രിയിൽ തുടരാൻ പറ്റൂല. നിങ്ങൾ അതിന് അനുമതി തരുമോ? അങ്ങനെ ആ മഹാനായ വലിയനും ശിഷ്യന്മാർക്കും ആ മാതാവ് ആ രാത്രി തങ്ങളുടെ വീട്ടിൽ തങ്ങാൻ അവസരം നൽകുകയാണ്. സമയം പാതിരാത്രിയായി, എല്ലാവരും കിടന്നുറങ്ങുകയാണ്. അപ്പോഴതാ മഹാനായ വലിയ തന്റെ ഇബാദത്തിലാണ്. ആരാണ്? അതാ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ആണ്. അതാ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പാതിരാത്രിയിൽ ഓങ്ങൾ വിളിച്ചുകൊണ്ടൊരു വല്ലാത്ത ശബ്ദം കേൾക്കുകയാണ്. പ്രിയപ്പെട്ട മാതാവിന്റെ വീട്ടിന്റെ മുറ്റത്ത് നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. ഒരു കഴുത കരയുന്നത് പോലത്തെ ശബ്ദമാണ് കേൾക്കുന്നത്. ഇബ്നു യാസിർ തങ്ങൾ എന്ന മഹാനായ വലിയ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചിട്ട് വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി കറങ്ങി നടന്ന് നോക്കുകയാണ്. അവിടെ അങ്ങും ഒരു കഴുതയെ കാണാനില്ല, അവിടെ എങ്ങും ഒരു കഴുതയെ കാണാനില്ല. അപ്പോഴും ആ വീടിന്റെ പരിസരത്ത് നിന്നൊരു കഴുത കരയുന്നത് പോലത്തെ ശബ്ദം ഇങ്ങനെ ഉയർന്നുയർന്ന് കേൾക്കുകയാണ്. സുബഹിയോടടുത്ത സമയമായപ്പോൾ ആ ശബ്ദമങ്ങ് നിലച്ചു. ആ പ്രിയപ്പെട്ട മാതാവിനോട് യാത്ര പറഞ്ഞിട്ട് അതാ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവും സംഘവും യാത്ര പുറപ്പെടാൻ നേരത്തെ ഉമ്മാനോട് ചോദിക്കുകയാണ്, മാതാവേ, ഇന്നലെ രാത്രിയിൽ കഴുത കരയുന്നത് പോലത്തെ ശബ്ദം ഞങ്ങൾ ഈ പരിസരത്ത് കേട്ടല്ലോ ഉമ്മാ. ഇവിടെ കഴുതയെ കാണാനില്ലല്ലോ മാതാവേ. സഹോദരന്മാരെ, ഈ വഴതിന്റെ മജ്‌ലിസിൽ കേൾക്കാൻ വന്ന പ്രിയമുള്ളവരെ, ആ മാതാവ് പറയുകയാണ്, അതാ ഇബ്നു യാസിർ തങ്ങളെ, അതാ എന്റെ ഒരു കഴുതയുടെ ശബ്ദമല്ല നിങ്ങൾ കേട്ടത്. ആ കരയുന്ന ശബ്ദം എന്റെ പ്രിയപ്പെട്ട മകന്റെ ശബ്ദമാണ്. എന്റെ മകൻ യതീമായി വളർന്നു വന്ന മോനാണ്. അവന്റെ പ്രിയപ്പെട്ട പിതാവ് ചെറുപ്പകാലത്തെ അങ്ങ് മരണപ്പെട്ടു പോയി. അവന്റെ പ്രിയപ്പെട്ട പിതാവ് അവൻ കുഞ്ഞുനാളിലേ അങ്ങ് മരണപ്പെട്ടു പോയി. യതീമായ മോനെ ഞാൻ അന്യ വീടുകളിൽ പോയി പാത്രം കഴുകിയിട്ടാണ്, അതല്ലെങ്കിൽ വലിയ സമ്പന്നന്മാരുടെ മുറ്റമടിച്ചിട്ടാണ്, അവർക്ക് വേണ്ടി അടുക്കള വേല ചെയ്തിട്ടാണ് എന്റെ യതീമായ അനാഥനായ മോനെ ഞാൻ പോറ്റി വലുതാക്കിയത്. ഞാൻ അത്യാവശ്യം എന്റെ അടുത്ത ബന്ധുക്കളും സ്വന്തം വിവാഹത്തിലായില്ല. അങ്ങനെ എന്റെ ചെറിയ പൊന്നുമോനെ മുല കൊടുത്ത് ഓമനിച്ചു വളർത്തി വലുതാക്കി അവനതാ വിവാഹപ്രായമെത്തിയപ്പോൾ ഒരു പെണ്ണിനെ കൊണ്ട് കല്യാണവും ഞാനങ്ങ് കഴിച്ചു കൊടുത്തു. ഇബ്നു യാസിർ തങ്ങളോട് ആ പ്രിയപ്പെട്ട മാതാവ് പറയുകയാണ്, കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നെ അവന് വിരോധമായി. അവനവന്റെ ഭാര്യയോടൊത്തുള്ള അടിച്ചുപൊളി ലൈഫ് മാത്രം ഇഷ്ടപ്പെട്ടു. അവൻ എന്നോട് വെറുപ്പ് പ്രകടിപ്പിക്കാൻ തുടങ്ങി. അവൻ എന്നോട് ദേഷ്യം
കാണിക്കാൻ തുടങ്ങി. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ എന്നോട് തർക്കമാണ്. അനാവശ്യമായിട്ടെന്നെ ഉപദ്രവിക്കും, അനാവശ്യമായിട്ടെന്നെ പരിഹസിക്കും, അനാവശ്യമായിട്ടെന്നെ ആക്ഷേപിക്കും. എല്ലാം കൊണ്ടും എനിക്ക് അവൻ ഉപദ്രവമായി. ഞാൻ പോറ്റി വളർത്തിയ മകൻ, ഞാൻ താരാട്ടിയ മകൻ, ഞാൻ ലാളിച്ച മകൻ, അവൻ എനിക്കെതിരെ നീങ്ങുമ്പോൾ എന്റെ കൽബങ്ങ് വേദനിച്ചു പോയി. ഞാൻ റബ്ബിലേക്ക് കൈയുയർത്തിയിട്ട് ദ്വാരന്നു, പടച്ചവനെ, എന്നെ വെറുപ്പിക്കുന്ന, എന്നോട് ദേഷ്യം കാണിക്കുന്ന, എന്നോട് അനാവശ്യമായി എന്നോട് തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെട്ടെന്നെ വെറുപ്പിക്കുന്ന ഈ എന്റെ പൊന്നുമോനെതിരെ നീ നടപടിയെടുക്കണം റബ്ബേ എന്ന് ഞാനങ്ങ് ദുആയിരുന്നു. പ്രിയമുള്ളവരെ, അതാ ഇബ്നു യാസിർ തങ്ങളോട് മാതാവ് പറയുകയാണ്, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്റെ മകന് മാരകമായ രോഗം പിടിപെടുകയാണ്. മാരകമായ രോഗം എന്റെ മകനെ പിടികൂടുകയാണ്. അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വിശ്വകരനും മനസ്സിലാകാത്ത രോഗമാണ്, ഒരു ഡോക്ടർക്കും മനസ്സിലാകാത്ത രോഗമാണ്, ഒരു ട്രീറ്റ്മെന്റും ഫലപ്രദമാകാത്ത രോഗമാണ്. അതേ, അത് വെറും രോഗമല്ല, തമ്പുരാനായ അല്ലാഹുവിന്റെ അലംഘനീയമായ വിധി അവനെ പിടികൂടുകയാണ്. ഉമ്മ ദ്വാരക്കുകയാണ് അവനെതിരെ, മക്കൾക്കെതിരെ മാതാപിതാക്കൾ ദ്വാരന്നാൽ ഗൗരവമുള്ള വിഷയമാണ് രക്ഷകർത്താക്കളെ. ഒരൊറ്റ ഉമ്മായും ഒരൊറ്റ വാപ്പായും ഈ ശബ്ദം കേൾക്കാൻ ഒരുമിച്ച് കൂടി ഇവിടെ ഇരിക്കുന്ന ഒരൊറ്റ രക്ഷകർത്താക്കളും മക്കൾക്കെതിരെ ദ്വാരക്കാൻ പാടില്ല. ഉമ്മമാരെ, വാപ്പമാരെ, നമ്മുടെ മക്കൾ, അവർ നമ്മുടെ മക്കളാണ്. ചിലപ്പോ നമ്മളോട് കുരുത്തക്കേട് കളിക്കും, ചിലപ്പോ നമ്മളവർ പറഞ്ഞാൽ, നമ്മൾ അവരോട് ഇങ്ങോട്ട് വാടാന്ന് വിളിച്ചാൽ അവർ ഇങ്ങോട്ട് വരത്തില്ല, അവൻ അങ്ങോട്ടേ പോകത്തുള്ളു. എടാ കളി മതിയാക്കടാ, പള്ളിയിൽ പോടാന്ന് പറഞ്ഞാൽ അവൻ കേൾക്കത്തില്ല, അപ്പോഴും അവൻ കളിച്ചുകൊണ്ടേയിരിക്കും. എന്നാലും നിങ്ങളുടെ മകനോ അവൻ നശിച്ചോണ്ട് പോട്ടെ, അവൻ നാശമടയട്ടെ. ഇത്തരം പരാമർശങ്ങളൊന്നും എന്റെ മാതാപിതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്കെതിരെ നിങ്ങളാരും നടത്താൻ പാടില്ല. ഒരു മാതാവും ഒരു പിതാവും തന്റെ പ്രിയപ്പെട്ട മകന് വേണ്ടി ദ്വാരന്നാൽ അമ്പിയാക്കൾ അതാത് അനുയായികൾക്ക് വേണ്ടി ദ്വാരക്കുമ്പോൾ എപ്രകാരമാണോ അല്ലാഹു ആ ദ്വായ്ക്ക് സ്വീകാര്യത നൽകുന്നത്, അതുപോലെ രക്ഷകർത്താക്കളെ നിങ്ങളുടെ ദ്വാ മക്കൾക്കെതിരായും അനുകൂലമായും ഫലിക്കുന്നതാണ്. ഇവിടെ കണ്ടോ, മഹാനായ ഇമാമവറുകളോട് ആ മാതാവ് വിശദീകരിക്കുന്നു, ഇബ്നു യാസിർ തങ്ങളെ, ഞാനങ്ങ് മകനെതിരെ ദ്വാരന്നു, മകനെതിരെ ഞാനങ്ങ് ദ്വാരന്നപ്പോ എന്റെ മകനെ അല്ലാഹു മാരകമായൊരു രോഗം കൊണ്ട് പരീക്ഷിക്കുകയാണ്. അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. അതൊരു ECGയിലും കാണൂല്ല, ഒരു ഡോക്ടർക്കും മനസ്സിലാകൂല്ല, ഒരു എക്സ്റേയിലും തെളിയൂല്ല, ഒരു ടെസ്റ്റുകളും ഒരു ലാബ് ടെസ്റ്റുകളും റിസൾട്ട് തരൂല്ല. സാക്ഷാൽ കീമോതെറാപ്പിയും റേഡിയേഷൻ തെറാപ്പിയും ഫലപ്രദമാകൂല്ല. സർജറികളും ക്യാപ്സ്യൂളുകളും ഇഞ്ചക്ഷനുകളും ഒരു ഡോക്ടറുടെ ഒരു ഹൈപ്പർ സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി
ഹോസ്പിറ്റലുകളിലെ ട്രീറ്റ്മെന്റുകളും വിജയിക്കൂല. കാരണം അല്ലാഹുവിന്റെ പണിഷ്മെന്റാണ്, അദാബാണ്. അവനെ അങ്ങ് പിടികൂടിപ്പോയി. അതാ ഒരു മരുന്നുകളും എന്റെ മകന് ഫലപ്രദമായില്ല. അവന്റെ ശരീരമാകെ ചീഞ്ഞളിഞ്ഞ് മാറി ദുർഗന്ധം വമിക്കാൻ തുടങ്ങി. അവൻ ജീവനോളം സ്നേഹിച്ച അവന്റെ പ്രിയപ്പെട്ട ഭാര്യ അവനെ ഉപേക്ഷിച്ചങ്ങ് യാത്രയായി. അവന്റെ കൂട്ടുകാരും ചങ്ങാതിമാരും ഇതെന്തൊരു ദുർഗന്ധമാ, ഇതെന്തൊരു നാറ്റമാ എന്നും പറഞ്ഞ് എല്ലാവരും അവനെ വിട്ടൊഴിഞ്ഞുപോയി. ഉമ്മയായ ഞാൻ അവന്റെ ചാരത്തിരുന്ന് എന്റെ പ്രിയപ്പെട്ട മോനെ, എന്റെ പ്രിയപ്പെട്ട മോനെ എന്ന് വിളിച്ചെന്റെ മകന് ഹിദ്മത്തെടുത്തു. മൂന്നാമത്തെ ദിവസം അവനങ്ങ് മരണപ്പെട്ടുപോയി. ആ കാണുന്നത് അവന്റെ ഖബറാണ്. എല്ലാ രാത്രിയിലും എന്റെ മകന്റെ ഖബറിന്റെ ഭാഗത്ത് നിന്ന് കഴുത കരയുന്നത് പോലത്തെ ശബ്ദം കേൾക്കാറുണ്ട് തങ്ങളെ. എന്റെ മകനൊരു പ്രത്യേകതയുണ്ട്. എന്നോട് വഴക്ക് കൂടിയാൽ, എന്നോട് എതിർപ്പ് പ്രകടിപ്പിച്ചാൽ അവൻ ആദ്യം എന്നെ വിളിക്കുന്ന പേര് കഴുതേ, കഴുതത്തള്ളേ, കഴുതക്കിളവി. കഴുതാവുന്ന പ്രയോഗമാണ്. അതാ പല രാത്രികളിലും അവന്റെ ഖബറിന്റെ ചാരത്ത് നിന്ന് കഴുത കരയുന്നത് പോലത്തെ ശബ്ദം കേൾക്കാറുണ്ട്. തീക്കളിയാണ് പ്രിയപ്പെട്ടവരെ, തീക്കളി. അല്ലാഹുവോട് നടത്തുന്ന തീക്കളിയാണ്. പ്രിയപ്പെട്ട മാതാവിനെയും പ്രിയപ്പെട്ട പിതാവിനെയും അവഗണിക്കുന്ന പരിപാടി. ഒരു ചെറിയ വെറുപ്പ് വച്ചാൽ, ചെറിയൊരു വെറുപ്പൊരു നിഫ്രത്ത് നമ്മളോട് അവരുടെ കൽബിൽ ഉണ്ടായിപ്പോയാൽ നമ്മുടെ ഖബറിൽ അത് പരാജയത്തിന്റെ തുടക്കമാണ്. ദുനിയാവിൽ അത് പരാജയത്തിന്റെ ആരംഭമാണ്. ആഖിറത്തിൽ അത് നരകത്തിലേക്കുള്ള സർട്ടിഫിക്കറ്റാണ്. മാതാപിതാക്കളോട് നമ്മുടെ കൽബിനകത്ത് എതിർപ്പും ദേഷ്യവും പരാജയവും വൈരാഗ്യവും അടിയും പിടിയുമാണെങ്കിൽ അത് നമുക്ക് നരകത്തിലേക്കുള്ള സീറ്റ് ഉറപ്പിക്കാനുള്ള കാര്യമാണ്. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തൊരു സഹാബി വന്നിട്ട് ചോദിച്ചു, എന്റെ ഉമ്മാനെ പറ്റി എന്തുവാ പറയുന്നേ നബിയേ? എന്റെ വാപ്പാനെ പറ്റി എന്തുവാ പറയുന്നേ നബിയേ? വാപ്പാനെയും ഉമ്മാനെയും സംബന്ധിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹുമാ ജന്നതുക വനാറുക, ഹുമാ ജന്നതുക വനാറുക. എടാ മോനെ, നിന്റെ പ്രിയപ്പെട്ട മാതാവ്, നിന്റെ പ്രിയപ്പെട്ട പിതാവ് നിന്റെ സ്വർഗവും നരകവുമാണടാ. എന്റെ ഹൃദയമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്ക്. പറയുന്നത് ആരാണ്? ആരംഭപ്പൂവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നേതാവാണ് പറയുന്നത്. ഉമ്മ അത് നരകമാണ്, അത് സ്വർഗമാണ്. വാപ്പ അത് നരകമാണ്, അത് സ്വർഗമാണ്. കാരണമെന്താ? ജീവിച്ചിരിക്കുന്ന ഉമ്മാന്റെ സന്തോഷം സമ്പാദിച്ചാൽ, അവരുടെ സംതൃപ്തി വാങ്ങിയാൽ നമുക്കത് സ്വർഗത്തിലേക്കുള്ള പാസാണ്. ജീവിച്ചിരിക്കുന്ന വാപ്പാനെ സന്തോഷിപ്പിച്ച്, ജീവിച്ചിരിക്കുന്ന വാപ്പാന്റെ സംതൃപ്തി നമ്മൾ സമ്പാദിച്ചാൽ നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള സർട്ടിഫിക്കറ്റാണ്. പറഞ്ഞതാരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നേതാവ് പഠിപ്പിക്കുകയാണ്. ഉമ്മാനെ ദേഷ്യം പിടിപ്പിച്ചിട്ട് ഒരാളും നന്നാകാൻ പോണില്ല.
വാപ്പാനെ ദേഷ്യം പിടിപ്പിച്ചിട്ട് ഒരാളും സ്വർഗത്തിൽ കടക്കാൻ പോണില്ല. കാരണം എന്താണ്? അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മാന്റെയും വാപ്പാന്റെയും കാൽപാദത്തിന് ചുവട്ടിലാണ് നമുക്ക് അല്ലാഹു സ്വർഗം സംവിധാനിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, മഹാനായ സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടുണ്ടോ? സൂറത്തു ലുഖ്മാൻ എന്നൊരധ്യായം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു കൊണ്ടുവന്നിട്ടുണ്ട്. നബിയാണെന്ന അഭിപ്രായമുണ്ട്, അല്ല അവിടുന്ന് വലിയാണെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനോട് വിശുദ്ധ ഖുർആനിൽ ധാരാളം ഉപദേശങ്ങൾ പറയുന്നുണ്ട്. യാ ബുനയ്യ, യാ ബുനയ്യ, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, എന്റെ കുഞ്ഞുമോനെ എന്ന് വളരെ സ്നേഹമസൃണമായി വാത്സല്യ സമ്പന്നമായ പ്രിയപ്പെട്ട പൊന്നുമോനെ വിളിച്ചിട്ട് ഒരുപാട് ഉപദേശങ്ങൾ പറയുന്നു. واصبر على ما أصابك إن ذلك من عزم الأمور. ഇങ്ങനെ തുടങ്ങുന്ന ധാരാളം ഉപദേശങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഉപദേശം കൊടുത്തു വളർത്തിയ മകൻ അതാ പിതാവായ ലുഖ്മാൻ തങ്ങൾ മരണാസന്നനായി കിടക്കുകയാണ്. ആ സമയത്ത് ആ മകൻ പിതാവ് സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോൾ അടുത്തു വന്നിരിക്കും മകന്റെ ഈ വൈറത്തിടെ പറയാൻ പോകുവാണല്ലോടാ, ഈ വാപ്പ ലോകത്തെ വിട്ടേച്ച് യാത്രയാകാൻ പോകുവാന്നല്ലോടാ. ഈ വാപ്പ പോണത് സ്വർഗത്തിലേക്കാണെന്താ മോനെ ഉറപ്പ്? ഈ വാപ്പ പോകുന്നത് സ്വർഗത്തിലേക്കാണെന്നെന്താടാ മോനെ ഉറപ്പ്? ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് എനിക്ക് സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും എന്റെ കയ്യിൽ കൊണ്ട് തരുമോടാ? ഞാൻ പോകുന്നത് സ്വർഗത്തിലാണെന്ന് ഉറപ്പിക്കട്ടെ മോനെ. പിതാവ് സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുകയാണ്. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ വാപ്പാന്റെ ചാരത്ത് നിന്ന് എഴുന്നേറ്റ് ഓടുകയാണ്. അതാ കുറച്ചു നേരം പിന്നിട്ടതിന് ശേഷം തിരിച്ചു വന്നിട്ട് വാപ്പാ ഹാദാ തുറാബും മിൻ തുറാബിൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള മണൽത്തരികൾ ഇതാ വാപ്പാ, സ്വർഗത്തിൽ നിന്നുള്ള മണൽത്തരികൾ ഇതാ വാപ്പാ. മിൻ ഐന ജിഅ്ത ബിഹി, ഇതെവിടുന്ന് നീ കൊണ്ടുവന്നതാടാ? ഇതെന്റെ ഉമ്മാന്റെ കാൽ ചുവട്ടിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ടുവന്ന മണൽ തരികളാണ് വാപ്പാ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ആ പിതാവ് പടച്ചവനെ സ്തുതിക്കുകയാണ് സഹോദരന്മാരെ. ഇങ്ങനെ പ്രിയപ്പെട്ട ഉമ്മാനോട് സ്നേഹം പുലർത്താൻ, വാപ്പാനെ ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് അവരെ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് കേട്ടോ. മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാതിരാത്രി സമയമാണ്. മക്ക മുഴുവനും കൂർക്കം വലിച്ചുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ് സഹോദരങ്ങളെ? ഇമ്മാ യബ്ലുഗന്ന عندك الكبر أحدهما أو كلاهما فلا تقل لهما أف
فلا تنهرهما وقل لهما قولا كريما وقل لهما قولا كريما വളരെ മാന്യമായിട്ട് മാത്രമേ ഉമ്മാനോട് വാപ്പാനോട് വർത്തമാനം പറയാൻ പാടുള്ളൂവേ, സംസാരിക്കാൻ പാടുള്ളൂവേ. കരീമാ, മാന്യമായിട്ട്, വളരെ മാന്യമായിട്ടല്ലാതെ ഉമ്മാനോടും വാപ്പാനോടും ഞാനും നിങ്ങളും സംഭാഷണം നടത്തിയാൽ അത് നമുക്ക് നരകത്തിലേക്കുള്ള വഴിയാണ് സഹോദരന്മാരെ. മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെ നിന്നോ പാതിരാത്രിയിൽ ശബ്ദം കേൾക്കുകയാണ്. ആരോ നിലവിളിക്കുന്ന ശബ്ദം കേൾക്കുന്നു. രണ്ട് ചെറിയ മക്കളെയും അടുത്തു വിളിച്ചു, ഹസനും ഹുസൈനും. എടാ മക്കളെ, എവിടെ നിന്നോ ഒരു നിലവിളി കേൾക്കുന്നുണ്ടടാ, നിങ്ങളതൊന്ന് പോയി നോക്കിയേച്ചു വരണടാ മക്കളെ. വാപ്പയായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ നിർദ്ദേശം കേട്ട രണ്ട് കുഞ്ഞുമക്കൾ ഹസനൈൻ റളിയല്ലാഹു അൻഹുമാ നടന്ന് പാതിരാത്രി സമയത്ത് സഞ്ചരിച്ചു നോക്കുമ്പോൾ കഅബാലയത്തിന്റെ ഭാഗത്ത് നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. പരിശുദ്ധമായ അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരത്ത് നിന്നാണ് വല്ലാത്ത അട്ടഹാസം, വിലാപം, ദീനരോദനം ഉയർന്നുയർന്ന് കേൾക്കുന്നത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ പുഴുവരിച്ച് കിടക്കുകയാണ്. രക്തമൊഴുകുന്നു, ചലമൊഴുകുന്നു. വളരെ വൃത്തികെട്ട കോലത്തിൽ, വളരെ വൃത്തികെട്ട രൂപത്തിൽ. സക്കറാത്തിന്റെ സമയത്തിലാണ്. മരിക്കും, ഇപ്പ മരിക്കും എന്നൊരു ഘട്ടത്തിൽ ഒരു മനുഷ്യൻ കഅബാലയത്തിന്റെ ചാരത്ത് രൂക്ഷമായ ദുർഗന്ധം വമിക്കുന്നു. അയാളുടെ ശരീരത്തിൽ നിന്ന് വളരെ രൂക്ഷമായ ദുർഗന്ധം അയാളുടെ ശരീരത്തിൽ നിന്ന് വമിക്കുകയാണ്. സഹോദരന്മാരെ, കഅബാലയത്തിന്റെ ഭാഗത്ത് നിന്ന്, ആ ശബ്ദം കേട്ട സ്ഥലത്ത് നിന്ന് ആ ചെറിയ മക്കള് ചോദിച്ചു, സഹോദരാ, നിങ്ങൾ ആരാണ്? നിങ്ങൾ എവിടുന്ന് വന്നയാളാണ്? എന്തിനാണ് ഇവിടെ കിടന്ന് നിലവിളിക്കുന്നത്? ഇത് പരിശുദ്ധ കഅബയാണ്. ഇത് കഅബാലയം ഉൾപ്പെടുന്ന ഹറം നിലനിൽക്കുന്ന ശ്രേഷ്ഠമായ ഭൂമിയാണ്. ഇവിടെ കിടന്ന് വാവിട്ട് നിലവിളിച്ച് കരയാൻ പാടില്ല. വെറുതെ ഇങ്ങനെ ശബ്ദമുണ്ടാക്കാൻ പാടില്ല. ഓ, നിങ്ങൾ ആരാണ്? ഞങ്ങൾ ഈ രാജ്യത്തെ ഖലീഫയുടെ മക്കളാണ്. എന്നാൽ പ്രിയപ്പെട്ട ഖലീഫയുടെ സന്തതികളെ, ഞാൻ എന്റെ സങ്കടം പറയട്ടെ, നിങ്ങൾ കേൾക്കുമോ? നിലവിളിക്കും പാപി ഞാനൽ കഥനകഥകൾ ചൊല്ലിടാം. കഥനകഥകൾ കേൾക്കുവാൻ കാതോർത്തു നിൽക്കാമോ? നിലവിളിക്കും പാപി ഞാനൻ കഥനകഥകൾ ചൊല്ലിടാം. എൻ കഥനങ്ങൾ കേട്ടു കാതോർത്തു നിൽക്കാമോ? എന്റെ പ്രിയപ്പെട്ട മക്കളെ, എന്റെ സങ്കടം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇല്ല, നിങ്ങൾ ഞങ്ങളോടൊന്നും പറയണ്ട. ഈ രാജ്യത്തെ ഖലീഫയുണ്ട്, അദ്ദേഹം ഞങ്ങളുടെ വീട്ടിലുണ്ട്. അദ്ദേഹത്തോട് നിങ്ങൾ പോയി നിങ്ങളുടെ കാര്യങ്ങൾ പറ.
മക്കളെ, ഞാൻ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. എനിക്ക് ഒരു ഇഞ്ച് പോലും സഞ്ചരിക്കാൻ വയ്യ, ഒരു ഇഞ്ച് പോലും എനിക്ക് നടക്കാൻ വയ്യ, ഒരു ഇഞ്ച് പോലും എനിക്ക് സഞ്ചരിക്കാൻ വയ്യ. നിങ്ങൾ നിങ്ങളുടെ പിതാവായ ഖലീഫയോട് ഒന്നിങ്ങ് വരാൻ പറയുമോ? ഈ രണ്ടു മക്കൾ നേരെ ചെന്നിട്ട് ഖലീഫയോട് പറഞ്ഞു. അവിടുന്ന് അലി ഇബ്നു അബീ താലിബ് തങ്ങൾ കഅബാലയത്തിന്റെ ചാരത്തേക്ക് നടന്നു വരികയാണ്. ആരാണു നീ? എന്താണ് നിന്റെ പ്രശ്നം? നിനക്കെന്തു പറ്റി? ശരീരം മുഴുവനും ചലമൊഴുകുന്നു, ശരീരം മുഴുവനും പഴുപ്പൊഴുകുന്നു, ശരീരം മുഴുവനും ദുർഗന്ധം വമിക്കുന്നു. നിനക്കെന്തു പറ്റി? നിനക്കെന്തു പറ്റി എന്ന് ചോദിച്ചപ്പോൾ ഖലീഫയോട് അയാൾ പറയുകയാണ്, ഞാനെൻ പിതാവിനോടായി ചെയ്തു പോയ അപരാധം ആദരപ്പൊൻപൂമുഖത്തായി ചെയ്തു ഞാൻ മഹാപാപം. ഞാനെൻ പിതാവിനോടായി ചെയ്തു പോയ അപരാധം ആദരപ്പൊൻപൂമുഖത്തായി ചെയ്തു ഞാൻ മഹാപാപം. എന്റെ പിതാവ് നല്ല മനുഷ്യനാണ്, സാലിഹായ മനുഷ്യന്റെ മകനാണ് ഞാൻ. എന്റെ വാപ്പ എപ്പോഴും എന്നോട് പറയും, ഡാ മോനെ നിസ്കരിക്കാൻ പോടാ, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചടാ, നല്ല കാര്യങ്ങൾക്ക് പോടാ, വയറ് കേൾക്കാൻ പോടാ, വെറുതെ കളിച്ചു നടക്കാടാ, അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ കളി നിർത്ത്, പള്ളിയിൽ പോക, നല്ല നല്ല കാര്യങ്ങൾ ഖുർആനോദടാ, റമദാനെ ആദരിക്കടാ. എനിക്കിതൊന്നും ഇഷ്ടമല്ല, എനിക്കിതൊന്നും ഇഷ്ടമല്ല. എനിക്ക് എപ്പോഴും കളിക്കണം, രസിക്കണം, സിനിമ കാണണം, തോന്നിവാസങ്ങൾ ചെയ്യണം. അങ്ങനെയാണ് മക്കളെ. എന്റെ ശബ്ദം കേൾക്കുന്ന 18 വയസ്സുകാരാ, എന്റെ വയലിന്റെ മജ്‌ലിസിലിരിക്കുന്ന 21 വയസ്സുകാരാ, നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും നിന്നോട് പറയും, നീ നിസ്കരിക്കണം മോനെ എന്ന്, നീ പള്ളിയിൽ ജമാഅത്തിന് പോകണമെന്ന്, നീ വിശുദ്ധ ഖുർആൻ ഓതണമെന്ന്, വിശുദ്ധ റമദാനെ ആദരിക്കണമെന്ന്. പക്ഷേ അതൊന്നും നീ കേൾക്കാതിരുന്നാൽ നിനക്ക് നാശമാണ്. മാതാപിതാക്കളെ അനുസരിക്കാതെ അവരോട് ദേഷ്യം കാണിച്ച്, അവരോട് തർക്കിച്ച്, അവരുമായി അടിപിടി കൂടി, അവരുമായി ദേഷ്യം സമ്പാദിച്ചൊരു ജീവിതം നരകത്തിലേക്കുള്ള ജീവിതമാണ്. സഹോദരങ്ങളെ, അലി ഇബ്നു അബീ താലിബ് തങ്ങളോട് ഇവൻ പറയുന്നത് കേട്ടോ. എന്റെ പിതാവ് എന്നോട് എപ്പോഴും നല്ല നല്ല ഉപദേശങ്ങൾ, എനിക്കത് കേൾക്കാൻ വയ്യ. എന്റെ വാപ്പ അടുത്ത് വന്നാ ഞാൻ എന്റെ ചെവി പൊത്തിക്കളയും. കാരണം വാപ്പ പറയുന്നു, നിസ്കരിക്കടാ, നോമ്പെടുക്കടാ, സൽക്കർമ്മങ്ങൾ ചെയ്യടാ. ഒരു ദിവസം ഞാൻ പറഞ്ഞു, പിതാവ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിംഗ്, ഇനി മേല എന്നോട് ഇങ്ങനത്തെ വർത്തമാനം ഒന്നും പറയാൻ പാടില്ല. വാപ്പ വീണ്ടും വീണ്ടും എന്നോട് അത് തന്നെ പറഞ്ഞു. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ വാപ്പാന്റെ കരണക്കുറ്റിക്ക് നോക്കി പൊട്ടിച്ചു 2 എണ്ണം, ടപ്പേ ടപ്പേ എന്ന്. വാപ്പാനെ ഞാനങ്ങ് അടിച്ചു. വാപ്പേതാ നിലത്തു വീണു. എനിക്ക് ദേഷ്യം തീർന്നില്ല. വാപ്പാന്റെ നെഞ്ചത്ത് ഞാൻ എന്റെ കാലെടുത്ത് വെച്ചു. വാപ്പാന്റെ മുഖത്തേക്ക് ഞാനങ്ങ് കാർക്കിച്ചു തുപ്പി. എന്നിട്ട് ഞാൻ എന്റെ കളിക്കളത്തിലേക്ക് പോയി. സഹോദരങ്ങളെ, ഞാൻ ചുരുക്കി പറയട്ടെ, അന്നെന്റെ പിതാവ് എന്നോട് പറഞ്ഞു, എടാ, ഞാൻ നിന്നോട് അള്ളാഹുവിന്റെ ദീനാണ് ഉപദേശിച്ചത്, നിസ്കരിക്കാനും നോമ്പെടുക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ് പറഞ്ഞത്. നീ എന്നെ അനുസരിച്ചില്ല, നീ എന്നെ അടിച്ചു, എന്നെ തള്ളിയിട്ടോ, എന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി, എന്റെ നെഞ്ചത്ത് നിന്റെ കാലെടുത്തു വെച്ചു. എടാ മോനെ, നീ ചെറിയ പ്രായത്തിൽ ഈ വാപ്പാന്റെ നെഞ്ചത്ത് ചവിട്ടിയിട്ടാടാ നീ നടക്കാൻ പഠിച്ചത്. നിനക്കൊന്ന് നിൽക്കാൻ അറിയില്ലായിരുന്നടാ മോനെ, നിനക്ക് നിൽക്കാൻ അറിയില്ലായിരുന്നോ?
ഞാൻ നിന്നെ രണ്ട് കൈ കൊണ്ടും ഇങ്ങനെ പൊക്കിയെടുത്ത് എന്റെ നെഞ്ചത്ത് ചവിട്ടിയിട്ടാണ് നീ നിൽക്കാൻ പഠിച്ചത്, എന്റെ കയ്യിൽ പിടിച്ചിട്ടാണ് നീ നടക്കാൻ പഠിച്ചത്. ഈ പ്രപഞ്ചത്തെ പറ്റി നിനക്കൊന്നും അറിയില്ലായിരുന്നു, നിനക്കെല്ലാം പറഞ്ഞു തന്നത് ഈ പിതാവാണ്. എടാ, എന്നിട്ട് നീ എന്നെ മർദ്ദിച്ചുവല്ലേ? നിനക്കെതിരെ ഞാൻ അല്ലാഹുവിന്റെ കഅബാലയത്തിൽ പോയി, നിനക്കെതിരെ ഞാൻ അല്ലാഹുവിന്റെ കഅബാലയത്തിൽ പോയി ദ്വാരക്കുമെടാ. അങ്ങനെ പ്രിയപ്പെട്ട പിതാവ് നേരെ മകൻ കളിക്കളത്തിലേക്ക് പോയപ്പോൾ തന്റെ കുതിരപ്പുറത്ത് കയറി കഅബാലയത്തിൽ ചെന്നിട്ട് അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ കരിങ്കൽ ഭിത്തികൾക്ക് താഴെ കഅബയുടെ കില്ല പിടിച്ചിട്ട് ദ്വാരം, റബ്ബേ എന്റെ മകനെന്നെ മർദ്ദിച്ചു അല്ലാ. ഹൃദയം പൊട്ടിയിട്ട് ജന്മം നൽകിയ പിതാവ്, ജന്മം നൽകിയ പ്രിയപ്പെട്ട പിതാവ് പൊന്നുമോനെതിരെ ദ്വാരക്കുകയാണ്. പടച്ചോനെ, എന്റെ മകനെന്നെ തല്ലിയല്ലാ, എന്നെ മർദ്ദിച്ച് അവശനാക്കി റബ്ബേ, എന്റെ മകനെതിരെ നീ നടപടിയെടുക്കണം അല്ലാ. എന്നാ പിതാവ് ദ്വാരന്നു പോയി. സഹോദരങ്ങളെ, ആ വാപ്പ തിരിച്ചു വന്നു. നോക്കുമ്പോൾ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഒരാളിങ്ങനെ കിടക്കുകയാണ്. കിടന്ന് ഞരങ്ങുന്നു, മുക്കുന്നു, മൂളുന്നു. നോക്കുമ്പോൾ ആരാണ്? തന്റെ പ്രിയപ്പെട്ട മകനാണ്. വാപ്പാ, വാപ്പാ, മകൻ വിളിക്കുകയാണ്. പ്രിയപ്പെട്ട പിതാവിന്റെ വാത്സല്യ സമ്പന്നമായ ഹൃദയം പ്രിയപ്പെട്ട മകനോടുള്ള അദമ്യമായ സ്നേഹം ഉറവപൊട്ടി ഒഴുകാൻ തുടങ്ങി. എന്തൊക്കെ തോന്നിവാസങ്ങൾ ഉമ്മാന്റെ അടുത്ത് ഞാനും നിങ്ങളും കാണിച്ചാലും, എന്തൊക്കെ അതിരു കവിയലുകൾ നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ കാണിച്ചാലും, ലോകത്തെ ഏതെല്ലാം കോടതികൾ നമ്മളെ കുറ്റവാളികളാക്കിയാലും, ലോകത്തെ ഏതെല്ലാം പോലീസ് സ്റ്റേഷനുകൾ നമ്മളെ ക്രിമിനലുകളാക്കി എഴുതി വച്ചാലും, നമ്മൾ എന്ത് തോന്നിവാസം ചെയ്തിട്ട് ഉമ്മാന്റെയും വാപ്പാന്റെയും കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞാൽ നമുക്ക് മാപ്പ് നൽകുന്ന കോടതിയാണ് പ്രിയപ്പെട്ട വാപ്പ, നമുക്ക് മാപ്പ് നൽകുന്ന കോടതിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ. നമ്മൾ ഉമ്മാനെ എത്ര തല്ലിയാലും അടിച്ചാലും തെറി വിളിച്ചാലും ചീത്ത വിളിച്ചാലും നമുക്ക് മാപ്പ് തരുന്ന തണൽ മരത്തിന്റെ പേരാണ് ഉമ്മ. നമുക്ക് തണൽ തരുന്ന തണൽ മരത്തിന്റെ പേരാണ് നമ്മുടെ വാപ്പ. സഹോദരങ്ങളെ, നിങ്ങൾക്കൊരു അപകടമുണ്ടായെന്ന് കേട്ടാൽ, എനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു എന്ന് കേട്ടാൽ, ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളിൽ എന്റെ പ്രിയപ്പെട്ട ഭാര്യയേക്കാൾ, എന്റെ മറ്റു ബന്ധുജനങ്ങളെക്കാൾ, എന്റെ പ്രിയപ്പെട്ട മക്കളെക്കാൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന കൽബ് ആരുടെ കൽബാണ്? എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ കൽബാണ്, എന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ പിതാവിന്റെ കൽബാണ്. അല്ലാഹുവേ, എന്റെ മകന് അപകടം പറ്റിയല്ലോ, എന്റെ മകൻ മരണപ്പെട്ടു പോയല്ലോ. ഒരു ഉമ്മാന്റെ വേദന വല്ലാത്ത വേദനയാണ്, ഒരു ഉപ്പാന്റെ വേദന വല്ലാത്ത വേദനയാണ്. കണ്ടില്ലയോ വിശുദ്ധ ഖുർആനിൽ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവിടുത്തെ പൊന്നുമോൻ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നഷ്ടപ്പെട്ടു പോയപ്പോൾ കരഞ്ഞ് 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 രണ്ട് കണ്ണുകളും കുഴിഞ്ഞുപോയി, രണ്ട് കണ്ണുകളിൽ നിന്ന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയി. തന്റെ പൊന്നുമോൻ യൂസുഫ്, തന്റെ പൊന്നുമോൻ യൂസുഫ് തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടല്ലോ എന്ന പുത്രൻ നഷ്ടപ്പെട്ട വ്യസനത്താൽ കരഞ്ഞ് കരഞ്ഞ് പ്രവാചകനായ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രണ്ട് കണ്ണുകൾക്കും കാഴ്ച നഷ്ടപ്പെട്ടു പോയെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. സഹോദരങ്ങളെ, ഈ പിതാവിന്റെ കൽബ് വേദനിക്കുകയാണ്. മകനെ താങ്ങിയെടുത്തിട്ട് ചോദിച്ചു, മകനേ, നിനക്കെന്ത് പറ്റിയടാ മോനെ? വാപ്പാ, എന്റെ കൈ അനങ്ങുന്നില്ല, എന്റെ കാലനങ്ങുന്നില്ല, എന്റെ ശരീരം ആസകലം വേദനയെടുക്കുന്നു.
ഞാൻ കളിക്കളത്തിൽ നിന്ന് പോയിട്ട് തിരികെ വന്നപ്പോൾ ഇവിടെ തളർച്ച സംഭവിച്ച് കിടന്നതാണ്, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. എനിക്കപ്പോഴാണ് ഓർമ്മ വന്നത്, ഇന്ന് രാവിലെ ഞാൻ വാപ്പാന്റെ മുഖത്തടിച്ചിരുന്നു, വാപ്പാനെ മർദ്ദിച്ചിരുന്നു. വാപ്പ എന്നോട് പറഞ്ഞു, കഅബാലയത്തിൽ പോയി നിനക്കെതിരെ അള്ളാഹുവിനോട് പരാതി പറയുമെന്ന്. നിങ്ങൾ വാപ്പാ കഅബയിൽ പോയി എനിക്കെതിരെ ദ്വാരൊന്നുമല്ലേ, അള്ളാഹു എനിക്കിതാ അദാബ് തന്നിരിക്കുന്നു, അള്ളാഹു എനിക്കിതാ ശിക്ഷ തന്നിരിക്കുന്നു. വാപ്പാ ഞാൻ ഇനി മേലാൽ നിസ്കരിച്ചോളാം, ഇനി മേലാൽ സൽക്കർമ്മം ചെയ്തോളാം, ഇനി മേലാൽ ഞാൻ നിങ്ങളെ അനുസരിച്ചോളാം. എന്നെ വാപ്പാ കഅബാലയത്തിലൊന്ന് കൊണ്ടുപോയി എന്റെ നഷ്ടപ്പെട്ടുപോയ ആയുസ്സൊന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടി അള്ളാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി ഒന്ന് ദ്വാരക്കുമോ വാപ്പാ? അള്ളാഹുവിന്റെ കോടതിയിൽ എനിക്ക് വേണ്ടി അനുകൂലമായിട്ട് കഅബയുടെ ഖില്ല പിടിച്ചൊന്ന് പ്രാർത്ഥിക്കുമോ പിതാവേ? ഈ വാപ്പ മകനെ താങ്ങിയെടുത്തു, തന്റെ കുതിരയുടെ പുറത്തങ്ങ് കയറ്റുകയാണ്. മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോട് പാതിരാത്രി സമയത്തിൽ ആ ചെറുപ്പക്കാരൻ തന്റെ കഥകൾ പറയുകയാണ്. സഹോദരങ്ങളെ, കുതിരയുടെ പുറത്ത് കയറി എന്റെ പിതാവ് എന്നെയും വെച്ചുകൊണ്ട് കഅബ ലക്ഷ്യമാക്കി യാത്രയാകുകയാണ്. അതാ ഒരു അറാഖിന്റെ താഴ്വാരത്ത് കുതിര എത്തിച്ചേരുകയാണ്. അറാഖ് വൃക്ഷങ്ങൾ അതാ സമൃദ്ധമായി വളർന്നു നിൽക്കുന്നൊരു താഴ്വാരത്തിലേക്ക് എന്റെ വാപ്പയുടെ കുതിര എന്നെയും എന്റെ വാപ്പയെയും വഹിച്ചുകൊണ്ട് എത്തിച്ചേർന്നപ്പോൾ ഒരു പ്രത്യേകതരം പ്രാണിവർഗങ്ങൾ അതാ വാപ്പാന്റെ കുതിരയുടെ മുന്നിലേക്ക് ഫാസ്റ്റായിട്ടൊരു അറ്റാക്ക് നടത്തുകയാണ്. വാപ്പയുടെ കുതിരയുടെ പുറത്തേക്ക് ഒരുതരം തേനീച്ച പോലെ കടന്നലുപോലെ അറാഖ് മരത്തിന്റെ ഇലയുടെ അടിഭാഗത്ത് വസിക്കുന്ന ഒരുതരം പ്രത്യേകം പ്രാണിജീവി, ആ താഴ്വാരത്തിലുള്ള പ്രാണിവർഗം വാപ്പാന്റെ കുതിരയെ ഉപദ്രവിച്ചു. കുതിരയ്ക്ക് ലെവല് കിട്ടിയില്ല, ലക്കില്ലാതെ ലഗാലില്ലാതെ നിയന്ത്രണമില്ലാതെ ഭ്രാന്തമായിട്ട് കുതിരയങ്ങ് ഓടാൻ തുടങ്ങി. എന്റെ പ്രായമുള്ള പിതാവിന് കുതിരയെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. എന്നെയും വഹിച്ചുകൊണ്ട് എന്റെ വാപ്പയെയും വഹിച്ചുകൊണ്ട് അടുത്തുള്ള പാറക്കെട്ടുകൾക്കും ഇതേ കുതിരയങ്ങ് സഞ്ചരിച്ചു. എന്നെ അങ്ങ് കുതിര വഴിയിൽ ഉപേക്ഷിച്ചു. പാറക്കെട്ടുകൾക്കിടയിൽ വീണിട്ട് എന്റെ കൈകാലുകൾ ഒടിഞ്ഞു, എന്റെ തല പൊട്ടി, എന്റെ ശരീരമാസകലം പരിക്കുകൾ പറ്റി. എന്റെ വൃദ്ധനായ പ്രിയപ്പെട്ട പിതാവിനെയും കൊണ്ട് കുതിരയതാ വളരെ മൂർച്ചയേറിയ പാറക്കെട്ടുകൾക്കിടയിലേക്ക് എന്റെ പിതാവിനെ കുതിരയങ്ങ് തള്ളിയിട്ടു. 2-3 പീസുകളായി എന്റെ വാപ്പയങ്ങ് മരണപ്പെട്ടു പോയി. എന്റെ പിതാവ് പാറക്കെട്ടുകൾക്കിടയിലേക്ക് വീണ മൂർച്ചയേറിയ പാറച്ചീളുകളിൽ എന്റെ പിതാവിന്റെ ശരീരം ഇങ്ങനെ കോർത്തിരിക്കുകയാണ്. അവിടെ നിന്ന് ഞാൻ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് എത്രയോ രാത്രി പകലും സഞ്ചരിച്ച് കഅബയുടെ ഭാഗത്ത് വന്നതാണ്. എന്റെ ശരീരം പുഴുവരിച്ചു, എന്റെ ശരീരം പഴുപ്പുകളാൽ അതാ രക്തം, നീര്, ചലം, ചീഞ്ചലം, രൂക്ഷമായ ദുർഗന്ധം എല്ലാം കൊണ്ട് എന്റെ ശരീരമാസകലം വിഷമത്തിലാണ്. ഞാൻ സകറാത്തിന്റെ ഹാലിലാണ്. ഓ ഫാത്തിമ എന്ന പ്രിയപ്പെട്ട റസൂലുള്ളാന്റെ പൊന്നുമോളുടെ മരുമകനായ, ഭർത്താവായ റസൂലുള്ളാന്റെ മരുമകനായ ഹസൻ ഹുസൈനിന്റെ പിതാവായ അലിയാര് തങ്ങളെ, എനിക്ക് വേണ്ടി കഅബയുടെ ഖില്ല പിടിച്ചിട്ടൊന്ന് ദ്വാരക്കാമോ? എന്റെ എടാ, നീ വാപ്പാനെ ഉപദ്രവിച്ചവൻ, വാപ്പാനെ തെറി പറഞ്ഞവൻ, പ്രിയപ്പെട്ട വാപ്പാനെ തല്ലിയവൻ, നിനക്ക് ഞാൻ എങ്ങനാടാ ദ്വാരക്കുന്നത്? അലിയാര് തങ്ങളെ, എന്റെ പിതാവ് എന്നോട് പൊരുത്തമുള്ളയാളാ, എന്റെ പ്രിയപ്പെട്ട പിതാവ് എന്നോട് ഇഷ്ടമുള്ളയാളാ.
അതുകൊണ്ടാണല്ലോ എന്നെയും വഹിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പിതാവ് കഅബ ലക്ഷ്യമാക്കി എന്റെ നഷ്ടപ്പെട്ടുപോയ ആരോഗ്യം തിരിച്ചു കിട്ടാൻ വേണ്ടി ദ്വാരക്കാണല്ലേ യാത്ര ചെയ്തത്. ആ യാത്ര ഇങ്ങനെ ആയിത്തീരുമെന്ന്, അള്ളാഹുവിന്റെ ഖദായിൽ ഇങ്ങനെ ആയിത്തീരുമെന്ന് ഞാൻ വിചാരിച്ചതല്ലല്ലോ. അലിയാർ തങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കണേ. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബൻ അലിഞ്ഞുപോയി. കഅബാലയത്തിന്റെ കരിങ്കൽ ഭിത്തികളിൽ പിടിച്ചിട്ട് കഅബയുടെ ഖില്ല പിടിച്ചിട്ട് അവിടുന്ന് ദ്വാരന്നു, പടച്ചവനേ ഇയാൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. സഹോദരങ്ങളെ, ദുആ തീരേണ്ട താമസം അയാൾ ലോകത്തോട് വിട പറഞ്ഞുപോയി. ഒരാർത്തട്ടഹാസം മുഴക്കിക്കൊണ്ട് അയാൾ ലോകത്തോട് വിട പറഞ്ഞുപോയി. വാപ്പാനെ തല്ലുന്നവരില്ലേ, ഉമ്മാനെ തല്ലുന്നവരില്ലേ, നിങ്ങൾ വളരെ ഗൗരവത്തോടെ ആലോചിക്കണം. വാപ്പായും ഉമ്മായും ആരാണ്? നമുക്ക് സ്വർഗത്തിൽ പോകാനുള്ള പാസുകളാണ്, നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള പാസുകളാണ്, സ്വർഗത്തിൽ കടക്കാനുള്ള കവാടങ്ങളാണ് പ്രിയപ്പെട്ട ഉമ്മയും വാപ്പയും. അതുകൊണ്ട് അവരെ തല്ലിയിട്ട്, അവരെ മർദ്ദിച്ചിട്ട്, തെറി പറഞ്ഞിട്ട്, അവരെ വെറുപ്പിച്ചിട്ട് ഒരു നിസ്കാരക്കാരനും സ്വർഗത്തിൽ പോകൂല. 40 ഹജ്ജ് ചെയ്താലും ഹാജിയാരും സ്വർഗത്തിൽ പോകൂല. എങ്ങനെയൊക്കെ തലേ കെട്ടി പ്രസംഗിച്ച മുസ്ലിയാരായാലും സ്വർഗത്തിൽ കടക്കൂല. ഉമ്മാന്റെ സംതൃപ്തിയും വാപ്പാന്റെ സംതൃപ്തിയും സമ്പാദിക്കാതെ എനിക്കും നിങ്ങൾക്കും വിജയിക്കാൻ പറ്റൂല. വഖ്ഫിദ് ലഹുമാ ജനാഹ الذل من الرحمة واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. ഖുർആൻ പറയാണ്, കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് വേണ്ടി നിങ്ങൾ താഴ്ത്തി കൊടുക്കണം, അവർക്ക് വേണ്ടി ദ്വാരക്കണം. പടച്ചോനെ, കുഞ്ഞുനാളിൽ എന്റെ ഉമ്മ എന്നെ പോറ്റിയതുപോലെ എന്റെ ചെറുപ്പകാലത്ത്, എന്റെ ചെറിയ പ്രായത്തിൽ, ശൈശവ ജീവിതത്തിൽ, ബാല്യകാല ദശയിൽ എന്റെ വാപ്പ എന്നെ സംരക്ഷിച്ചതുപോലെ ഇതാ ഇന്നവർ വൃദ്ധരായിരിക്കുന്ന, പ്രായമുള്ളവരായിരിക്കുന്ന അവർക്ക് പുറത്തു കൊടുക്ക റബ്ബേ, അവർക്ക് കാരുണ്യം ചെയ്യ റബ്ബേ, അവർക്ക് വിട്ടുപുറത്തു മാപ്പാക്ക് റബ്ബേ. അതുകൊണ്ടാണ് നമ്മളൊക്കെ ദുആരക്കുന്നത്, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ റബ്ബനർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറാ റബ്ബയാനാ സഗീറാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഗൗരവത്തോടെ എടുക്കേണ്ട വിഷയമാണ്. ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ അങ്ങ് പോയി ഹൃദയത്തിൽ കയറിയില്ലെങ്കിൽ നമുക്ക് നരകം തീർച്ചയാണ്. ആരെ കൊണ്ടാ? ഉമ്മാനെ കൊണ്ടും ബാപ്പാനെ കൊണ്ടും നമുക്ക് നരകം കിട്ടും. ഞാൻ എൻ്റെ ഉമ്മമാരോടും ബാപ്പമാരോടും ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ചില രക്ഷകർത്താക്കളുണ്ട്, ചുമ്മാതെ മക്കളെ തെറി പറയുന്നു, ചുമ്മാതെ മക്കളെ തല്ലുന്നു. സംഘാടകർ ബക്കറ്റുമായിട്ട് വരും. എല്ലാ മുഅ്മിനീങ്ങളും വളരെ കാര്യമായിട്ട് സഹകരിക്കണം. അള്ളാഹു സഹായിക്കുന്ന മുഅ്മിനീങ്ങളെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ചുമ്മാതെ ചില മാതാപിതാക്കൾ മക്കളെ തെറി പറയുന്നു, വെറുതെ ഒരു കാര്യവുമില്ല. നിസാരമായ വിഷയങ്ങളിൽ മാതാപിതാക്കൾ മക്കളെ ആക്ഷേപിക്കുന്നു, ചൂടാകുന്നു, വെറുതെ ദേഷ്യം പിടിക്കുന്നു. ചില രക്ഷകർത്താക്കൾക്ക് ഇതൊരു ഹോബി പോലെയാണ്. 15 വയസ്സുള്ള മോൻ വീട്ടിലുണ്ടെങ്കിൽ വാപ്പ വരുന്നു എന്നറിഞ്ഞാ അടുക്കളയിൽ കൂടെ ഇറങ്ങി അങ്ങ് പോകും. എന്തോ പോലീസ് വരണ മാതിരി, കള്ളൻ ഓടണ മാതിരി. പോലീസ് വന്നാ പോലീസിനെ കണ്ട കള്ളന്മാരോടണ മാതിരി വാപ്പായെ കണ്ട വീട്ടിൽ നിന്ന് മക്കൾ ഇറങ്ങി ഓടണ പരിപാടിയുണ്ട്. 15 വയസ്സ് തികഞ്ഞ മകൻ വാപ്പാനോട് നേർക്ക് നേരെ നിന്ന് നല്ലപോലെ സംസാരിക്കൂല, വർത്താനം പറയൂല. വാപ്പാൻ എന്തോ അങ്ങനെ ഒരു ബന്ധം മാതാപിതാക്കളും മക്കളും തമ്മിൽ പാടില്ല. രക്ഷകർത്താക്കൾ ഗൗരവത്തോടെ കേൾക്കേണ്ടതാ. രക്ഷകർത്താക്കൾ ഞങ്ങളുടെ മക്കളെ പറ്റി ഇങ്ങനെ
ഇങ്ങനെ പറയുമ്പോ ഞങ്ങളെ മക്കൾ അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നാ പറയുന്നേ മുസ്ലിയാര് ഉസ്താദ് പറയുന്ന അങ്ങനാ, ഞങ്ങളും ഇങ്ങനെ ആകണമെന്നും പറയണ്ടേ, അതുകൂടെ കേൾക്കണം കേട്ടോ. നമ്മളും എങ്ങനെയാകണം? കണ്ടില്ലയോ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ പൊന്നുമോളാണ് ഫാത്തിമത്തു സുഹറ ബത്തൂൽ റളിയല്ലാഹു അൻഹാ. വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിന്റെ അകത്തളരെ പോകുകയാണ്. ഫാത്തിമ ബീവി വീട്ടിലേക്ക് നടന്നു വരുന്നത് കണ്ടാൽ പുന്നാര നബി വീട്ടിന്റെ അകത്തളത്തിൽ ഇരിക്കുകയാണെങ്കിൽ ആരംഭപ്പൂവായ തങ്ങൾ ഇറങ്ങിപ്പോയിട്ട് മകളെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. മകളെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരും. ചെറിയ മക്കള് സ്കൂളിൽ പോയിട്ട് വലിയ ഭാരമുള്ള ബാഗ് തൂക്കി ഇങ്ങനെ വരുമ്പോ അത് കണ്ട വാപ്പ, അത് കണ്ട ഉമ്മ ഇറങ്ങി ഒന്ന് ചെന്ന് ആ ബാഗ് കയ്യേല് മേടിച്ച് അവരെ ഒന്ന് താങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരണം. ഈ സുന്നത്താണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. എപ്പോഴും മക്കളെ കുറ്റം പറയുന്ന, മക്കളെ തെറി വിളിക്കുന്ന, മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുന്ന, മക്കളെ ശപിക്കുന്നവരാകാൻ പാടില്ല മാതാപിതാക്കൾ. മാതാപിതാക്കൾക്ക് മക്കളുടെ വിഷയത്തിലും ബാധ്യതയുണ്ട്. നാളെ പടച്ചവന്റെ കോടതിയിൽ കുറെ മക്കൾ ഒരുമിച്ച് കൂടും. റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് നജഅൽഹുമാ തഹ്ത ഖദാമിനാ ഫൻസുർനാ അലൽ ഖൗമിൽ ളാലിമീൻ. അള്ളാഹുവിന്റെ കോടതി നാളെ കുറെ മക്കൾ ഒരുമിച്ച് കൂടും. ആ മക്കളെ പറയുകയാണ്, പടച്ചോനെ ഉമ്മാനെ വാപ്പാനെ ഒന്നിങ്ങ് കൊണ്ടാ റബ്ബേ, ഒന്നിങ്ങ് കൊണ്ടാ റബ്ബേ. എന്തോത്തിനാ ഉമ്മാനെയും വാപ്പാനെയും ഈ ചുട്ടുപഴുത്ത് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ചെമ്പിന്റെ തറയിൽ ഞങ്ങൾക്കൊരു നിമിഷം പോലും നിൽക്കാൻ വയ്യാ. ഞങ്ങളെ നരകക്കാരാക്കിയത് ഞങ്ങളെ ഉമ്മയും വാപ്പയുമാണ്. ഞങ്ങളെ കുടിയന്മാരും പിടിയന്മാരും പലിശക്കാരും കുണ്ടകളും തോന്നിവാസികളും ഒക്കെ ആക്കിയത് ഞങ്ങളുടെ ഉമ്മായും വാപ്പായുവാ. അതുകൊണ്ട് വാപ്പാനെ ഉമ്മാനെ ഇങ്ങ് കൊണ്ടാ റബ്ബേ എന്ന് നാളെ പാരത്രീക ലോകത്ത് പടച്ചവന്റെ ദർബാറിൽ മക്കൾ മാതാപിതാക്കൾക്കെതിരെ അള്ളാഹുവിന്റെ കോടതിയിൽ കംപ്ലൈന്റ് ചെയ്യുമെന്ന് പഠിപ്പിച്ചു വിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, നിസാര വിഷയമല്ല. രക്ഷകർത്താക്കളെ, നിസാര വിഷയമല്ല. വിഷയം ഗൗരവമാണ്. ചെറിയ കുഞ്ഞുമോന്റെ കൽവിൽ ഷാറൂഖ് ഖാനോട് ഭ്രമം പഠിപ്പിച്ചതാരാ? മമ്മൂട്ടിയോട് ഭ്രമം പഠിപ്പിച്ചതാരാ? സെവാഗിനോടും സച്ചിനോടും ഗാംഗുലിയോടുമൊക്കെ നമ്മുടെ മക്കളുടെ കൽവിന്റെ അകത്തളത്തിൽ ഭ്രമം പഠിപ്പിച്ചു കൊടുത്തതാരാ? നമ്മളാ. പിഞ്ചു പൈതൽ പിറന്നു വീണപ്പോൾ അവന്റെ കൽബുകൾ സംശുദ്ധമായിരുന്നില്ലയോ? നമ്മുടെ പൊന്നമോല ഭൂമി ലോകത്തേക്ക് പ്രസവിച്ച് വീണപ്പോൾ അവരുടെ മനസ്സുകൾ സംശുദ്ധമായിരുന്നില്ലയോ? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. എല്ലാ കുട്ടികളും ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത് വളരെ പ്യൂരിറ്റിയുള്ള, വളരെ പെർഫെക്റ്റായ നല്ല പ്രകൃതിയിലാണ്. നാച്ചുറലി ക്ലീൻ ഫുള്ളായിട്ടാണ് എല്ലാ മക്കളും പ്രപഞ്ചത്തിലേക്ക് പിറന്നു വീഴുന്നത്. അവനെ കുടിയനാക്കുന്നത് അവന്റെ വാപ്പയാ, അവനെ പിടിയനാക്കുന്നത് അവന്റെ ഉമ്മയാ, അവനെ സിനിമാ ഭ്രമം പഠിപ്പിക്കുന്നത് അവന്റെ മാതാപിതാക്കളാ. ആര് പറയുകയാ? അവനെ ആലിമാക്കുന്നത് അവന്റെ ഉമ്മയും ബാപ്പയുമാണ്, അവനെ ഹാഫിളാക്കുന്നത് അവന്റെ ഉമ്മയും ബാപ്പയുമാണ്, അവനെ തോന്നിവാസിയാക്കുന്നത് അവന്റെ ഉമ്മയും ബാപ്പയുമാണ്. ഗൗരവത്തോടെ ആലോചിക്കാൻ പറയുകയാ. പറയുന്നത് ആരാണ്? ഹാമിദ് യാസീൻ അല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, യൂലദു അലൽ ഫിത്ര. സംശുദ്ധമായ പ്രകൃതിയിൽ, നല്ല പ്യൂരിറ്റിയുള്ള പ്രകൃതിയിൽ, നല്ല പെർഫെക്റ്റായ നാച്ചുറലിൽ, നല്ല ക്ലീൻ ഫുള്ളായ രീതിയിലാണ് ഒരു കുട്ടി ഈ ലോകത്തോട് ഒരു ഡെലിവറി നടക്കുമ്പോൾ അതിൽ പ്രസവിക്കപ്പെടുന്ന, അതിൽ പ്രൊഡക്റ്റായി വരുന്ന ഉൽപ്പന്നം നല്ല വെറും കാലിയായൊരു പാത്രമാണെന്നുള്ളതാ.
അവരുടെ ഹൃദയം അങ്ങനത്തെ ഹൃദയമാണ്. വെറും കാലിയായൊരു പാത്രമാണെന്നുള്ളതാ. പാൽ നീ നിറച്ചാൽ അതിൽ വിളയും നന്മ, വിഷം നിറച്ചാൽ അതിൽ വിരിയും തിന്മ. ആ മകന്റെ കൽബിലേക്ക് നീ സ്പോർട്സ് താരങ്ങളോട് ഭ്രമം പഠിപ്പിച്ചു കൊടുത്തു. ചെറിയ കുട്ടി ഉമ്മാ പാപ്പാ എന്ന് വിളിക്കാൻ തുടങ്ങിയില്ല. അതിനു മുമ്പേ സ്റ്റാർ TV മേടിച്ചു വെച്ചു കൊടുത്തു. അതിനകത്ത് കാർട്ടൂൺ കാണിച്ചു കൊടുത്തു പഠിപ്പിച്ചുവല്ലേ. നീ സിനിമ കാണിച്ചു പഠിപ്പിച്ചുവല്ലേ. സിനിമാറ്റിക് ഡാൻസ് ചെയ്തപ്പോ ചെറിയ മോള് 4 വയസ്സ് പ്രായമുള്ള 3.5 വയസ്സ് പ്രായമുള്ള മോള് സിനിമാറ്റിക് ഡാൻസ് കളിച്ചപ്പോ നീ കൈകൊട്ടിയിട്ട് പാട്ടുപാടി പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു. പിന്നെ അവളുടെ കൽവിനകത്ത് ഉമ്മാനെക്കാളും ബാപ്പാനെക്കാളും ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും അവളുടെ മനസ്സിന്റെ അകത്തളത്തിൽ ഫിലിം സ്റ്റാറുകളോട്, സ്പോർട്സ് താരങ്ങളോട്, ക്രിക്കറ്റ് താരങ്ങളോട്, ദുനിയാവിന്റെ ആളുകളോട് ഭ്രമത വന്നുപോയി. രക്ഷകർത്താക്കളെ, അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ച നിധികളാണ് നിങ്ങളുടെ മക്കൾ. അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ച മാണിക്യങ്ങളാണ്, മാണിക്യക്കല്ലുകളാണ് നിങ്ങളുടെ മക്കൾ. അതിനെ മലമൂത്രത്തിൽ, അതിനെ അഴുക്കുചാലുകളിൽ, അതിനെ ഏതെങ്കിലുമൊക്കെ വിസർജ്യ വസ്തുക്കളിലേക്ക് എറിഞ്ഞു കളയേണ്ടതല്ല. അത് പരിശുദ്ധമായി പരിഭാവനത്വത്തോടെ എല്ലാ നന്മകളും അതിനകത്ത് ആടിയിട്ട് സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങളുടെ മക്കൾ അല്ലാഹു നൽകിയ നിങ്ങളുടെ സമ്മാനമാണ്. ആ മക്കളെ താന്തോന്നിവാസികളായി ഇന്ന് നമ്മുടെ മക്കൾ വാപ്പമാരെക്കാളും ഇഷ്ടപ്പെടുന്നത് ഫിലിം സ്റ്റാറുകളെയാണ്. വാപ്പാ ഹാർട്ട് ബ്ലോക്കായിട്ട് ICUവിൽ അഡ്മിറ്റാണ്. വാപ്പാന്റെ ചാരത്ത് നിന്ന് മകൻ ചോദിക്കുന്നു, വാപ്പാ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വരാ. അവ ICUവിൽ നിന്നിറങ്ങി ഓടുകയാണ്. ആ നാട്ടിലെന്നൊരു പ്രമാദമായ ഒരു ജ്വല്ലറി ഉദ്ഘാടനം നടക്കുകയാണ്. ആ ജ്വല്ലറി ഉദ്ഘാടനത്തിന് വരുന്നത് അവൻ സ്നേഹിക്കുന്ന ഫിലിം സ്റ്റാറാണ്. ജ്വല്ലറി ഉദ്ഘാടനത്തിന് വരുന്നവൻ പ്രണയിക്കുന്ന ഫിലിം സ്റ്റാറാണ്. വാപ്പയുടെ ഹാർട്ട് ബ്ലോക്ക് സംഭവിച്ച് ICUവിൽ കിടക്കുകയാ. വാപ്പ ഡോക്ടർമാര് പറയുന്നത് വാപ്പാടെ ജീവിതം തിരിച്ചു കിട്ടുപോയില്ലേ എന്ന സംശയവാ. കിട്ടാൻ സാധ്യത വളരെ കുറവാ. 50%, 40% മാത്രമേ പ്രതീക്ഷയുള്ളൂ. 70%, 60% പ്രതീക്ഷിക്കണ്ട. വാപ്പാടെ സ്റ്റേജ് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജാ. ഇതൊക്കെ പറഞ്ഞിട്ടും മോന്റെ തലയിൽ വാപ്പയില്ല. അവൻ ഇറങ്ങി ഓടുകയാണ്. അതാ പ്രശസ്തമായ ജ്വല്ലറി ഉദ്ഘാടനത്തിന് അവന്റെ ഫിലിം സ്റ്റാർ വരുമ്പോൾ ഒന്നവനെ കണ്ടിട്ട് അവന്റെ ചിരിക്കുന്ന മുഖത്ത് നോക്കി ഒന്ന് വിഷ് ചെയ്യണം. പറ്റുമെങ്കിൽ അവനൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കണം. പറ്റുമെങ്കിൽ അവന്റെ കയ്യിൽ നിന്നൊരു ഓട്ടോഗ്രാഫി എഴുതി വാങ്ങണം. വാപ്പ അവിടെ കിടന്ന് ചത്താലെന്താ, വാപ്പ മരിച്ചാലെന്താ, വാപ്പ രക്ഷപ്പെട്ടാലെന്താ. വാപ്പാന്റെ കൽബിനോട്, വാപ്പാനോട് പൊന്നുമോൻ ഇഷ്ടമില്ല, പൊന്നുമോൾക്ക് ഇഷ്ടമില്ല. രക്ഷകർത്താക്കളെ, നിങ്ങൾ ഉത്തരവാദികളാ. നിങ്ങളൊന്നും അറിയാത്തവരായി തിരിക്കേണ്ട ഞാനും നിങ്ങളും ഉത്തരവാദികളാണ്. കാരണം ഫിലിം സ്റ്റാറുകളോട് പ്രണയം പഠിപ്പിച്ചു കൊടുത്തത് നമ്മളാണ്. ചെറിയ കുഞ്ഞിന്റെ മനസ്സിൽ സിനിമ ടാക്കീസിൽ സിനിമ കാണാൻ വേണ്ടി അവൻ പോയപ്പോ പൈസ കൊടുത്തതാരാ? നിങ്ങളാ. പെരുന്നാളിന്റെ ദിവസത്തിൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അതാ തക്ബീറിന്റെ അമരധ്വനികൾ ഉയർന്നു കേട്ട് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും അവിടുത്തെ പൊന്നുമോൻ ഇസ്മായിൽ നബിയുടെയും ജാജ്വല്യമാർന്ന ത്യാഗസുരഭിലമായ ചരിത്രങ്ങൾ അയവിറക്കുന്ന ബലിപെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ നിന്ന്, പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് നടന്ന മകൻ ചോദിച്ചു, വാപ്പാ, എറണാകുളത്തെ പ്രശസ്തമായ തിയേറ്ററിൽ അവൻ ഇഷ്ടപ്പെടുന്ന ഫിലിം സ്റ്റാറിന്റെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. പെരുന്നാൾ സ്പെഷ്യലാണ് വാപ്പാ, കാണാൻ ഞങ്ങൾ കൂട്ടുകാര് പോകേണ്ട, പൈസ വേണമെന്ന് പറഞ്ഞപ്പോ ആ മകന് സിനിമ കാണാൻ പൈസ കൊടുത്ത വാപ്പാ, നീ പടച്ചവന്റെ കോടതിയിൽ വന്ന് നിൽക്കണമെടാ. അല്ലാഹുവിന്റെ മുന്നിൽ നീ സമാധാനം പറയേണ്ടി വരും വാപ്പാ. രക്ഷപ്പെടാൻ പഴുതില്ല കേട്ടോ, രക്ഷപ്പെടാൻ വകുപ്പില്ല കേട്ടോ. ആഖിറത്തിൽ പടച്ചവൻ തന്ന പണം കൊണ്ട് മകന് സിനിമ കാണിച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് അവന്റെ കൽവിലുണ്ടാകേണ്ട
വേണ്ട പ്രണയത്തിന് പകരം ഫിലിം സ്റ്റാറുകളോട് അവന്റെ കൽവിൽ പ്രണയമുണ്ടാക്കി കൊടുത്തിട്ട് മകനെ നരകത്തിന്റെ വറവാക്കിയ പ്രതികളിൽ അതാ ക്രിമിനൽ ഒന്നാമത്തെ പ്രതിയാരാണ്? അവന്റെ സ്വന്തം വാപ്പയും ഉമ്മയുമാണ്. ഉമ്മമാരെ, വാപ്പമാരെ, നിങ്ങൾ അല്ലാഹുവിന്റെ കോടതിയിൽ കുറ്റക്കാരായി വരും. പടച്ചവൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ വയത് കേൾക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടിയ പാവപ്പെട്ട നല്ലവരായ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് 3 മക്കളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് 2 മക്കളുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു മകനുണ്ടെങ്കിൽ, ഒരു മകളുണ്ടെങ്കിൽ, ആ മകൾക്ക് നല്ല ദീനിയായ വിദ്യാഭ്യാസം നിങ്ങൾ കൊടുക്കണേ. അവനെ ഇൽമ് പഠിപ്പിക്കണേ, അവനെ അറിവ് പഠിപ്പിക്കണേ. നിങ്ങളിന്നല്ലെങ്കിൽ നാളെ എന്ന് മരിച്ചു പോകും സഹോദരാ. നീ എത്ര വലിയ കോർപ്പറേറ്റ് ഭീമനായിരുന്നാലെന്താ, എത്ര വലിയ ബിസിനസ്മാൻ ആയിരുന്നാലെന്താ, എത്ര വലിയ പണക്കാരനും മുതലാളിയും കോടീശ്വരനുമായിരുന്നാലെന്താ, ഒരു ദിവസം മരിച്ചു പോകും. മരിച്ചു പോകുന്ന സമയത്ത് നിന്നെ കബറടക്കും. നിന്റെ സ്വത്തുവകകളും നിന്റെ ബാങ്ക് ഡിപ്പോസിറ്റും നിന്റെ ഫ്ലാറ്റും നിന്റെ എസ്റ്റേറ്റും നിന്റെ ഒരു പ്രോപ്പർട്ടിയും നിന്റെ കബറിൽ തലയ്ക്കും ഭാഗത്ത് കൊണ്ട് ഒരുത്തനും വെക്കത്തില്ല. 6 അടി മണ്ണിന്റെ അകത്തളത്തിൽ അത് നിന്റെ ഭൂമിയല്ല, പള്ളിയുടെ പൊതുഭൂമി. നിനക്കുണ്ടായിരുന്ന ഒരു എസ്റ്റേറ്റുകൾ നിന്റെ ഡെഡ് ബോഡി അടക്കത്തില്ല. നിന്റെ ഈ പള്ളിയുണ്ടല്ലോ, നിന്റെ ഈ പള്ളിയുണ്ടല്ലോ, നിന്റെ ഈ കുന്നുകരയിലെ പള്ളി മക്കാമിന്റെ ഖബർസ്ഥാനത്ത് ആ നീ മേടിക്കാത്ത ഭൂമിയിൽ നിന്റെ ഡെഡ് ബോഡി കൊണ്ട് താഴ്ത്തി വെക്കുമ്പോൾ, വാപ്പാ, എന്റെ വാപ്പ മരിച്ചുപോയി റബ്ബേ, എന്റെ വാപ്പ ഖബറിലാണ് റബ്ബേ, എന്റെ വാപ്പാക്ക് പൊറുക്കണം റബ്ബേ. ജീവിതത്തിൽ തെറ്റ് ചെയ്തെങ്കിൽ വാപ്പാക്ക് മാപ്പ് ചെയ്യണം റബ്ബേ. എന്റെ വാപ്പാന്റെ ഖബർ സ്വർഗമാക്കണം റബ്ബേ എന്നാത്മാർത്ഥമായി ദ്വാരക്കാൻ. ഒരു മകനെ നീ സമ്പാദിച്ചില്ലെങ്കിൽ, ഒരു സന്താനത്തെ നീ ഉണ്ടാക്കിയില്ലെങ്കിൽ, നീ എത്ര വലിയവനായാലെന്താ, നീ എത്ര വലിയ കോടീശ്വരനായാലെന്താ, നിനക്ക് എന്തൊക്കെ ഡിപ്പോസിറ്റുകളും പ്രോപ്പർട്ടികളും എസ്റ്റേറ്റുകളും ഫ്ലാറ്റ് കൊട്ടാരങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹുവിന്റെ ബർസഖിയായ ജീവിതം ആരംഭിക്കുമ്പോൾ നല്ലൊരു ആലിമായ ഹാഫിളായ മകൻ നിങ്ങൾക്കുണ്ടെങ്കിൽ, വാപ്പമാരെ, ഉമ്മമാരെ, അവൻ 5 നേരം കൃത്യമായി പടച്ചവന്റെ മുന്നിൽ നിസ്കരിക്കുന്നവനായിരിക്കും. അവനവന്റെ നിസ്കാരം കഴിഞ്ഞ് ദ്വാരക്കും. വഹാബിയാകാൻ പറ്റൂല, അതേ മൗദൂദിയാകാൻ പറ്റൂല, എന്നാൽ അവൻ ദ്വാരക്കൂല്ല. നല്ലൊരു സുന്നിയായ മകൻ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ കാത്തു സൂക്ഷിക്കുന്നൊരു പൊന്നുമോൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അവൻ വന്നിട്ട് ദ്വാരക്കും. 5 നേരം നിസ്കരിച്ചിട്ട് അവൻ ദ്വാരക്കും. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ, റബ്ബന ഇർഹംഹുമാ കമാ റബ്ബൗനാ സിഗാറാ. കണ്ടിട്ടില്ലയോ പള്ളിയിൽ ഇരിക്കുന്ന ഉസ്താദുമാരൊക്കെ അവരുടെ വാപ്പമാരും ഉമ്മമാരും എത്ര ഭാഗ്യവാന്മാരാ സഹോദരങ്ങളെ, അവരുടെ വാപ്പമാരും ഉമ്മമാരും എത്ര ഭാഗ്യവാന്മാരാ. ഇരിക്കുന്ന തലപ്പാവ് കിട്ടിയ ഉസ്താദുമാർ ഒന്നുകിൽ അവർ ഏതെങ്കിലും പള്ളിയിലെ ഖത്തീബുമാരാണ്, അതല്ലെങ്കിലും ഏതെങ്കിലും മദ്രസയിൽ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങളാണ്, അതല്ലെങ്കിൽ മുതല്ലിമീങ്ങൾക്ക് ദർസെടുക്കുന്ന ആലിമീങ്ങളാണ്. ആയിക്കോട്ടെ, അവർ ഏത് ഫീൽഡിൽ നിൽക്കുന്നവരായിരുന്നാലും അവരെ ഇൽമു പഠിപ്പിക്കുമ്പോൾ അതിന്റെ പ്രതിഫലം എന്റെ ഉമ്മാന്റെ ഖബറിലേക്ക് എന്നവർ ഹദിയ ചെയ്യാറുണ്ട്. ദ്വാരക്കുന്ന ഉസ്താദ് ഇമാമത്ത് നിന്നിട്ട് ദ്വാരക്കുമ്പോ അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ, എന്റെ വാപ്പാക്ക് എന്റെ ഉമ്മാക്ക് കാരുണ്യം പൊറുക്കണേ അല്ലാ, ചെയ്യണേ അല്ലാ, കരുണ ചൊരിക്കണേ അല്ലാ എന്ന് ദ്വാരക്കുന്നൊരു മകനെ, ഒരു മകളെ, എന്റെ രക്ഷകർത്താക്കളെ, നിങ്ങൾ ദുനിയാവിൽ നിന്ന് സമ്പാദിക്കണം. ഓ
എന്തിനാ മുസ്ലിയാരെ ദീൻ പഠിക്കുന്നത്? പൈസ കിട്ടുന്ന ഇടപാടാണോ? ദീൻ പഠിച്ചാൽ ശമ്പളം കിട്ടത്തില്ല. അതുകൊണ്ട് മകനെ പഠിപ്പിക്കത്തില്ല. ഞാൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിന് വിടാൻ പോകുക, അവനെ MBBS-ന് വിടാൻ പോകുക, BDS-ന് പഠിപ്പിക്കാൻ പോകുക, IFS-കാരനും കളക്ടറും IPS-കാരനും DGP-യും അതേ DYSP-യും ഒക്കെ ആക്കാൻ പോകുക. വാപ്പാ, ജില്ലാ ഡിസ്ട്രിക്ട് കളക്ടറുടെ മകൻ, നിങ്ങളുടെ മകൻ ഡിസ്ട്രിക്ട് കളക്ടറാണെങ്കിൽ നിങ്ങളുടെ വാപ്പയാകുന്ന നിങ്ങളങ്ങ് മരിച്ചുപോയാൽ കളക്ടറായ മകൻ വന്ന് കബറിന്റെ ചാരത്ത് നിന്നാ നിങ്ങളുടെ കബറിൽ എന്ത് കിട്ടാനാ? ആയിക്കോട്ടെ, കളക്ടറാകണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ദീനിയായ ഒരു കളക്ടറായ മകൻ നിങ്ങൾക്കുണ്ടോ? അതേ ഒരു ഡോക്ടറായ മകൻ, ഒരു ഡോക്ടറായ മകൻ നിങ്ങൾക്കുണ്ടവൾ ദീനിയാണോ? അല്ലാഹുവിനെ പേടിയുള്ള മോളാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു MBBS-കാരനായ മകനോ മകളോ നിങ്ങൾക്കുണ്ടെങ്കിൽ പിതാവേ, അത് ദുനിയാവിലെ ആഖിറത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. നോളജ് വിത്തൗട്ട് മോറൽസ്. അല്ലാഹുവിനെ കൂടാതെയുള്ള വിദ്യാഭ്യാസം വേണ്ട, അല്ലാഹുവിനെ കൂടാതെയുള്ള സർട്ടിഫിക്കറ്റുകൾ വേണ്ട. നിങ്ങളുടെ മകൻ MBBS-കാരന് ആയിക്കോട്ടെ, IFS-കാരന് ആയിക്കോട്ടെ, IPS എടുത്തോനാ ആയിക്കോട്ടെ, അവൻ പഠിക്കണം, എടുക്കണം, ഡിഗ്രീസും ക്യാപ്പബിൾസും സർട്ടിഫിക്കറ്റും PhD-യും എല്ലാം ചെയ്യണം, വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ അല്ലാഹുവിനെ കൂടാതെ, അല്ലാഹുവിനെ ഒഴിവാക്കിയിട്ട്, അല്ലാഹുവിന്റെ ദീന് വലിച്ചെറിഞ്ഞിട്ട് ഇന്ന് സംവരണത്തിന്റെ പേരിൽ പലവന്മാരും ഉദ്യോഗസ്ഥന്മാരാകും. എന്തുവാ? അവന്റെ പേര് മുസ്ലിം പേരാ. അതുകൊണ്ട് സംവരണത്തിന്റെ ലിസ്റ്റിൽ അവൻ ഉദ്യോഗം കിട്ടും. അവൻ 5 നേരപ്പെട്ട് ഒരു വക്കത്തവൻ നിസ്കരിക്കില്ല. അവനെ പടിഞ്ഞാറോട്ട് പിടിച്ച് തള്ളിയാൽ അവൻ കിഴക്കോട്ടേ വീഴൂ. വീണിട്ട് പോലും അവൻ പടച്ചോന് സുജൂദിയില്ല. സംവരണത്തിന്റെ പേരിൽ കാനേശുമാരി മുസ്ലിങ്ങളായി, മുസ്ലിം നാമധാരികൾ മാത്രമായി കുറെ വിദ്യാസമ്പന്നർ ഈ സമുദായത്തിന് ആർക്കു വേണം? വേണ്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരുത്തരെയും വേണ്ട, ആവശ്യമില്ല. നല്ല വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം. പക്ഷേ അവരെ ദീന് പഠിപ്പിക്കണം കേട്ടോ. ദീനില്ലാത്ത വിദ്യാഭ്യാസമുള്ള മക്കൾ വ്യഭിചാരികളായ ഡോക്ടർമാരാണ്. നഴ്സുമാരുമായി കമ്പനി അടിച്ച് കറങ്ങി നടക്കുന്ന തോന്നിവാസികളായ ഡോക്ടർമാർ. അതേ രോഗിയെ കൊണ്ട് ശുശ്രൂഷിക്കാമെന്ന രോഗിയുമായി ലൈനടിക്കുന്ന ഡോക്ടർമാർ. അതേ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കയറ്റിയ രോഗിയെ ബലാത്സംഗം ചെയ്ത ഡോക്ടർ. സഹോദരാ, അങ്ങനത്തെ ഡോക്ടർമാരെ നമുക്ക് വേണ്ട. ഇന്ന് ബ്രിക്ക അടിച്ചു മാറ്റുന്ന വലിയ വലിയ ലോബികൾ ബ്രിക്ക അടിച്ചു മാറ്റുന്ന, അങ്ങനെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും അടിച്ചു മാറ്റി മോഷണം നടത്തുന്നു. ഇത് നടത്തുന്നത് ആരാ? ഒരു സാധാരണ ഡോക്ടറല്ല. ബ്രിക്ക അടിച്ചു മാറ്റൽ ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ അവൻ സീനിയർ ഡോക്ടറാകണം. മെഡിക്കൽ കോളേജിൽ അവൻ പഠിക്കുമ്പോൾ നല്ല സ്കിൽഫുള്ളായി, നല്ല പ്രാക്ടിക്കലി അവന് നല്ല വൈദഗ്ധ്യമുണ്ടാകണം. ഏതെങ്കിലും ഒരു ലോക്കൽ സർജൻ എടുക്കാൻ പറ്റൂല. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നത് സീനിയർ നല്ല സ്കില്ലുള്ള ഡോക്ടറാണ്. അന്യന്റെ വൃക്ക അടിച്ചു മാറ്റി മറ്റൊരുത്തന് പണത്തിന് വേണ്ടി ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന സംവിധാനത്തെ, സേവനത്തെ ബിസിനസാലിറ്റിയാക്കി മാറ്റിയിട്ട് അതാ സേവനത്തെ ബിസിനസ്സാക്കി മറിക്കുന്ന ഡോക്ടറായ മകൻ നിങ്ങൾക്കുണ്ടെങ്കിൽ വാപ്പാ, അവൻ നിങ്ങൾക്ക് നരകത്തിലേക്കുള്ള സർട്ടിഫിക്കറ്റാണ്. അവന് ഖുർആൻ പഠിപ്പിച്ചില്ല, അവനെ ദീൻ പഠിപ്പിച്ചില്ല. എന്റെ മോൻ ഡോക്ടറാവട്ടെ, എഞ്ചിനീയർ ആകട്ടെ എന്ന് വിചാരിച്ച് അവനെ അതോതും പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ മതം പഠിപ്പിച്ചില്ല. ഒരു വക്കത്ത് +2 പഠിക്കുന്ന മോള് സ്കൂളിൽ പോയിട്ട് വന്നപ്പോ വാപ്പാ
ഉമ്മ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ മോളെ ഇന്ന് ളുഹർ നിസ്കരിച്ചോ നീ ഇന്ന് അസർ നിസ്കരിച്ചോ? ഏത് വാപ്പായാ ചോദിച്ചത്? എടാ വാപ്പ നീ അന്ന് അസർ നിസ്കരിച്ചിട്ടുണ്ട്, ളുഹർ നിസ്കരിച്ചിട്ടുണ്ട്. ഉമ്മ നിങ്ങൾ അസർ നിസ്കരിച്ചു, ളുഹർ നിസ്കരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മകൻ നിസ്കരിച്ചോ ഇല്ലേ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടില്ല. വാപ്പാ നിങ്ങളുടെ നിസ്കാരം നരകത്തിലേക്കുള്ള നിസ്കാരമാണ്. ഖുർആൻ പറയുന്നുണ്ട്, യാ وأهليكم نارا وقودها الناس والحجارة وقودها الناس والحجارة. വാപ്പമാരേ ഉമ്മമാരേ, അല്ലാഹു പറയുകയാണ് നരകത്തെ നിങ്ങൾ സ്വന്തമായി സൂക്ഷിക്കണേ, നരകത്തെ നിങ്ങൾ സ്വന്തമായി സൂക്ഷിക്കണേ. അതുപോലെ ഭാര്യാമക്കളെയും കാക്കണേ, അതുപോലെ ഭാര്യാമക്കളെയും കാക്കണേ. ഖുർആൻ ശരീഫ് വ്യക്തമായി പറയുന്നതാ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിസ്കരിച്ച് നോമ്പെടുത്ത് റമദാനെ ആദരിച്ച് ബഹുമാനിച്ച് കുടിച്ചില്ല പിടിച്ചില്ല പലിശ മേടിച്ചില്ല ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ മാത്രം അങ്ങ് സ്വർഗത്തിൽ. ആ വ്യാമോഹം മനസ്സിരുന്നാ മതി. അല്ലാഹു പറയുകയാണ്, ഖുർആൻ പറയുകയാണ്, മുഅ്മിനീങ്ങൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റിന്റെ അടുത്തേക്ക് വരുമോ? അളീമായ പടച്ചവൻ, അളീമായ റബ്ബ് നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ അവന്റെ അടുക്കൽ മഖബൂലിയത്തുള്ള സുഹൃതങ്ങളായി സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള രക്ഷകർത്താക്കളെ, അല്ലാഹു നമുക്ക് നല്ല സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം. ഉമ്മമാരെ, നിങ്ങൾക്കൊരു ഹാഫിളായ മോനുണ്ടോ? നിങ്ങൾക്കൊരു ആലിമായ മോനുണ്ടോ? നിങ്ങൾ മരിച്ചാലും എനിക്ക് പരിചയമുള്ള അതാ അങ്ങാടിപ്പുറത്തുകാരനായ അങ്ങ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്ത് അങ്ങാടിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തിൽ പുത്തനങ്ങാടിയിലെ അബ്ദുള്ള എന്ന പേരുള്ള എൻ്റെ ഒരു സ്നേഹിതനുണ്ട്. പലപ്പോഴും അവിടെ വഴുതിന് പോകുമ്പോ അദ്ദേഹം അവിടെ എവിടെയെങ്കിലും വഴുതിന്റെ പോസ്റ്റർ കണ്ടാൽ, പത്രത്തിൽ പരസ്യം കണ്ടാൽ അദ്ദേഹം പെട്ടെന്ന് വിളിച്ച് ബന്ധപ്പെട്ട് വീട്ടിലേക്ക് ക്ഷണിക്കാറുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് ബറക്കത്ത് നൽകട്ടെ. അദ്ദേഹത്തിന്റെ മക്കളെ, ഒരു മകൻ ഹാഫിളാകാൻ പഠിക്കുന്ന മകനെ ഹാഫിളാക്കട്ടെ. ആ കുടുംബത്തിൽ അല്ലാഹു ബറക്കത്തും ഐശ്വര്യവും നൽകട്ടെ. അദ്ദേഹത്തിന്റെ പ്രതിസന്ധികൾ അല്ലാഹു പരിഹാരം നൽകട്ടെ. എല്ലാ വെള്ളിയാഴ്ചയും കുടുംബക്കാരെ എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് അതാ വാപ്പാന്റെ ഖബറിന്റെ ചാരത്തേക്ക് പോകുകയാണ്. അദ്ദേഹം ഒരു ആലിമല്ല, ഒരു നാടനായ പാവപ്പെട്ട സഹോദരൻ, മുസ്ലിം സഹോദരൻ. വെള്ളിയാഴ്ച ദിവസം മരിച്ചുപോയ ഉമ്മാന്റെ ഖബറിന്റെ ചാരത്തേക്ക് അവരാ സഹോദരങ്ങൾ എല്ലാവരും, ചെറിയ പിഞ്ചോമന മക്കളടക്കം കുടുംബത്തിലെ ആളുകളെല്ലാവരും വാപ്പാന്റെ ഖബറും ഉമ്മാന്റെ ഖബറും സന്ദർശിച്ച് ദുആരക്കുകയാണ്. സഹോദരങ്ങളെ, മൻസാറ ഖബറ അബവൈഹി ഔ അഹദിഹിമാ ഫീ കുല്ലി ജുമഅത്തിൻ ഉഫിറ ലഹു വകുതിബ ബർറാ എന്ന് ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. ആരെങ്കിലും മാതാപിതാക്കളുടെ ഖബർ എല്ലാ വെള്ളിയാഴ്ചയും കൃത്യമായി സിയാറത്ത് ചെയ്ത് അവർക്ക് വേണ്ടി ദുആരന്നാൽ ഉഫിറ ലഹു വകുതിബ ബർറാ, ആ മാതാപിതാക്കൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. ആ മാതാപിതാക്കളെ അല്ലാഹു സുഹൃതവാന്മാരുടെ ലിസ്റ്റിൽ പേരെഴുതി ചേർക്കുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ദുനിയാവ് സമ്പാദിക്കുന്ന തിരക്കിനിടയിൽ നമ്മൾ ആഖിറം സമ്പാദിക്കാൻ വിട്ടുപോകണ്ട. 1 2 3 സെന്റിമീറ്റർ നീളമാണ് ദുനിയാവിലെ ജീവിതത്തിനുള്ളത്. ആഖിറത്തിൽ കാലാകാലമാണ് കിടക്കേണ്ടത്.
ആഖിറം രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴികളിൽ ഒന്നാണ് അല്ലാഹു നമുക്ക് നൽകിയ പ്രിയപ്പെട്ട മക്കളെ അല്ലാഹുവിന്റെ ദീന് പഠിപ്പിച്ച് നല്ലൊരു ആലിമാക്കി ഒരു ഹാഫിളാക്കി, അതല്ലെങ്കിൽ വേണ്ട 5 നേരം കൃത്യമായി പടച്ചവനെ പേടിച്ച് നിസ്കരിക്കുന്ന, ജീവിതത്തിൽ അല്ലാഹുവിനെ പേടിയുള്ള നല്ല മക്കളെ നമ്മൾ വാർത്തെടുക്കേണ്ടത് നമുക്ക് ബാധ്യതയാണ് രക്ഷകർത്താക്കളെ. അല്ലെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ഞാനും നിങ്ങളുമൊക്കെ കൈയടിക്കേണ്ടി വരും. പടച്ചവൻ നമ്മളെ മക്കളൊക്കെ സ്വാലിഹീകളാക്കട്ടെ, അവന്റെ ദീനിന്റെ ദാരികളാക്കട്ടെ. വലിയ ഗൗരവമുള്ള വിഷയമാണ്. എത്രയോ ആളുകൾക്ക് മക്കളില്ല. അല്ലാഹുവേ, ഞങ്ങളുടെ അടുത്ത് വന്ന് പരാതി പറഞ്ഞ 100 കണക്കിന് ആളുകളുണ്ട്. അവർക്കൊക്കെയും നീ നല്ല മക്കളെ നൽകണം റഹ്മാനേ. സ്വാലിഹീങ്ങളായ മക്കളെ കൊണ്ട് നീ അവർക്ക് സന്തോഷം പകരണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ അവർക്ക് സന്തോഷം പകരണം റഹ്മാനേ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സുദീർഘമായി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സാങ്കേതികമായ സൗകര്യങ്ങൾ എന്നെ അനുവദിക്കുന്നില്ല. അല്ലാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും അവന്റെ അടുക്കൽ മഖ്ബൂലിയത്തുള്ള സുഹൃതമായി സ്വീകരിക്കുമാറാകട്ടെ. 5 നേരം കൃത്യമായി ഞാനും നിങ്ങളും നിസ്കരിക്കണം. ആരും കള്ളു കുടിക്കരുത്, പെണ്ണ് പിടിക്കരുത്, ചൂത് കളിക്കരുത്, പലിശയിടപാട് നടത്തരുത്. സക്കാത്ത് കൊടുത്ത് വീട്ടേണ്ട ആളുകൾ ആലിമീങ്ങളുമായി ചോദിച്ച് സക്കാത്ത് കൊടുത്ത് വീഴണം കേട്ടോ. വിശുദ്ധ റമദാനാണ് കടന്നു വരുന്നത്. റമദാൻ ഹാജരായിട്ട്, റമദാൻ ആഗതമായിട്ട് ഒരുത്തൻ പടച്ചവനോട് തൗബ ചെയ്തില്ലെങ്കിൽ, അവൻ തൗബ കിട്ടാതങ്ങ് മരിച്ചാൽ അവൻ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് ജിബ്രീൽ ദുആരന്നു. ആമീൻ പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമദാൻ. വിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലമായ അനുഗ്രഹത്തിന്റെ കേദാരമായ അനുഭൂതിയുടെ മാസമായ റമദാൻ നമ്മിലേക്ക് അല്ലാഹു എത്തിച്ചു തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്കറിയുമോ? ചരിത്രത്തിൽ 4 മാലിക് ബിൻ ദീനാറുമാരെ കാണാം. അതിലൊരു മാലിക് ബിൻ ദീനാർ തങ്ങളതാ ഹറം ഷരീഫിന്റെ ഭാഗത്തേക്ക് പോകുകയാണ്. അവിടെ നേരത്ത് അവിടത്തേക്ക് സ്വപ്നം കാണിക്കുന്നു. ഇക്കൊല്ലം ഹജ്ജിന് വന്ന മുഴുവൻ ഹജ്ജാജിമാരുടെ ഹജ്ജും അല്ലാഹു സ്വീകരിച്ചു. പക്ഷേ ഒരാളുടെ ഹജ്ജ് മാത്രം അല്ലാഹു കബൂലാക്കിയില്ല. അവിടുന്ന് ഹറമിൽ വരുന്ന സമയത്ത് മനസ്സിലിങ്ങനെ തോന്നിപ്പോയിട്ടുണ്ട്, റബ്ബേ, ലക്ഷക്കണക്കിന് ഹാജിമാരാണ് ഹജ്ജിന് വരുന്നത്, ഇവരിൽ എല്ലാവരുടെ ഹജ്ജും നീ സ്വീകരിക്കുമോ എന്ന മനസ്സിലൊരു തോന്നല് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തോന്നിയ കാരണം കൊണ്ട്, ആ വേണ്ടാത്ത തോന്നല് മനസ്സിൽ വന്ന ഗുരുത്തക്കേട് കൊണ്ട്, എന്റെ ഹജ്ജാണോ പടച്ചവൻ ഉപേക്ഷിച്ച് കളഞ്ഞത് എന്നൊരു തോന്നല് മനസ്സിൽ വരികയാണ്. ബേജാറായി വീണ്ടും കിടന്നുറങ്ങുകയാണ് ഹറമിൽ. അന്നേരത്തെ സ്വപ്നം കാണുന്ന മാലിക് ബിൻ ദീനാർ തങ്ങളെ, നിങ്ങളുടെ ഹജ്ജല്ല, നിങ്ങളുടെ ഹജ്ജല്ല, ഖുറാസാൻകാരനായ മുഹമ്മദ് ബിൻ ഹാറൂനിന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. ഭാഗത്തേക്ക്, ഓ ഖുറാസാനികളെ, നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് ബിൻ ഹാറൂൻ ആരാണ്? ഖുറാസാനികൾ ചുറ്റും കൂടിയിട്ട് പറഞ്ഞു, അറിയില്ലേ നിങ്ങൾക്ക് മുഹമ്മദ് ബിൻ ഹാറൂനെ? അദ്ദേഹം വലിയ ആബിദാണ്, സ്വാലിഹാണ്. അദ്ദേഹം എത്രയോ കൊല്ലമായി ഹറമിൽ താമസിക്കുന്നയാളാണ്.
ആ കാണുന്ന കൂരിരുട്ടിൽ വിദൂരമായ സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ആ കൂരിരുട്ടിൽ നിങ്ങൾ പോയാൽ മുഹമ്മദ് ബിൻ ഹാറൂൻ എന്ന ഖുറാസാനിയെ കാണാം. ഇബാദത്തോട് ഇബാദത്താണ് അദ്ദേഹം. രാത്രി മുഴുവനും നിന്ന് നിസ്കാരമാണ്, പകല് മുഴുവനും നോമ്പാണ്. മഹാനായ മാലിക് ബിൻ ദീനാർ തങ്ങൾക്ക് ആശങ്കയായി, പടച്ചവനെ എന്താണ് ഈ കേൾക്കുന്നത്? 40 കൊല്ലമായി മക്കയിൽ താമസിക്കുന്ന ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിക്കുന്ന മനുഷ്യന്റെ ഹജ്ജ് അല്ലാഹു ഒഴിവാക്കി കളഞ്ഞോ. നേരെ മുഹമ്മദ് ബിൻ ഹാറൂനിന്റെ സ്ഥാനത്ത് ചെന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം നിസ്കാരത്തിലാണ്, കൈകാലുകൾ ബന്ധിച്ചിരിക്കുന്നു. നിസ്കാരത്തോട് നിസ്കാരമാണ്. ഏറെ നേരം കഴിഞ്ഞപ്പോ സലാം വീട്ടിയപ്പോ പറഞ്ഞു, അസ്സലാമു അലൈക്കും, നിങ്ങൾ ആരാണ്? അന മാലിക് ബിൻ ദീനാർ അൽ ആലിമുൽ സാഹിദ്, അറിയപ്പെട്ട വലിയ ആലിമായ സാഹിദായ മാലിക് ബിൻ ദീനാറാണോ? അക്കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന വലിയ ആലിമും സാഹിദുമാണ് ഈ മാലിക് ബിൻ ദീനാർ തങ്ങൾ. അതുകൊണ്ടാണ് അയാൾക്കറിയാം, മുഹമ്മദ് ബിൻ ഹാറൂനിനറിയാം. അതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പോഴതാ വിനയാന്വിതമായി ഈ എളിമയുടെ വർത്തമാനം പറയുന്നു മാലിക് ബിൻ ദീനാർ തങ്ങൾ. അൽ ആലിമു ഹുവല്ലാഹ് വസ്സാഹിദു ഉമർ ബിൻ അബ്ദുൽ അസീസ്. ആലിമു അല്ലാഹുവാണ്, ഏറ്റവും വലിയ ആലിമു അല്ലാഹുവാണ്. സാഹിദാണെങ്കിലോ ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന രാജാവാണ്. കാരണം കൊട്ടാരം കിട്ടിയിട്ടും പട്ടുമത്ത കിട്ടിയിട്ടും അന്തപുരങ്ങളും അതാ വെള്ളാട്ടികളെയും കിട്ടിയിട്ടും കീറപ്പായും കിടന്നുറങ്ങിയ രാജാവാണ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ്. അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടിട്ട് ഭൗതികാഡംബരങ്ങളെയും സുഖങ്ങളെയും വലിച്ചെറിഞ്ഞ ജീവിതം നയിച്ച മഹാനാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. അതുകൊണ്ട് തന്നെയാണ് ആ മാലിക് ബിൻ ദീനാർ തങ്ങൾ പറഞ്ഞു, സാഹിദ് ഞാനല്ല. മാലിക് ബിൻ ദീനാർ തങ്ങളും ഭൗതിക ലോകത്തെ സുഖങ്ങളെ പരലോകത്തെ മോഹിച്ചുകൊണ്ട് പരിത്യജിച്ച മഹാനാണ്. പക്ഷേ ഈ എളിമയുടെ വർത്തമാനം പറയുന്നു, ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളാണ് പരിത്യാഗിയായ മനുഷ്യൻ, ഞാനല്ല. എന്താണ് വന്നത് മാലിക് ബിൻ ദീനാർ തങ്ങളെ? ആഗമനോദ്ദേശം പറയാമല്ലോ. എനിക്ക് പറയാൻ ഹയാ തോന്നുന്നു. നിങ്ങൾ എത്ര കാലമായി മക്കയിൽ താമസിക്കുന്നു? 40 കൊല്ലമായി ഞാൻ മക്കയിൽ താമസിക്കുന്നയാളാണ്. ഒരു ഹജ്ജും എനിക്ക് മുടങ്ങിയിട്ടില്ല, ഒരു കറാഹത്തും ഞാൻ ചെയ്യാറില്ല. എപ്പോഴും 24 മണിക്കൂറും അല്ലാഹുവിന്റെ തഖ്വയിലായി, ഇഖ്ലാസിലായി, പടച്ചവന്റെ പൊരുത്തത്തിലായി ജീവിതം നയിക്കുന്നവനാണ് ഞാൻ. ഓ സഹോദരാ, ഇക്കൊല്ലം ഹജ്ജിന് വന്ന മുഴുവൻ ഹജ്ജാദിമാരുടെ ഹജ്ജും അല്ലാഹു സ്വീകരിച്ചു പോയി. പക്ഷേ നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു കബൂലാക്കിയിട്ടില്ല. ഈ സമയത്ത് മാലിക് ബിൻ ദീനാർ തങ്ങളോട് പറയുകയാണ്, ഓ കഷ്ടമേ, യാ വൈലത്താ, യാ വൈലത്താ, ലം തൽദിനി ഉമ്മി, ലം തൽദിനി ഉമ്മി. എന്റെ ഉമ്മ എന്നെ പ്രസവിക്കണ്ടായിരുന്നോ? എന്റെ നാശമേ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് നിലവിളിക്കുകയാണ് മുഹമ്മദ് ബിൻ ഹാറൂൻ എന്ന ഖുറാസാനി. സഹോദരങ്ങളെ, അബുൽ ഫർദ് ഇബ്നുൽ ജൗസി ഉദ്ധരിക്കുന്ന സംഭവമാണ്, കെട്ടുകഥയല്ല. ഇത് 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാനാണ് ഇമാം അബുൽ ഫർദ് ഇബ്നുൽ ജൗസി തങ്ങൾ. അവിടുന്ന് ഉദ്ധരിക്കുന്ന സംഭവമാണ്. ആ സമയത്ത് മാലിക് ബിൻ ദീനാർ തങ്ങൾ ചോദിച്ചു, അല്ല, നിങ്ങൾ എന്തു തെറ്റാണ് ചെയ്തത്? 40 കൊല്ലമായി മക്കയിൽ താമസിക്കുന്നയാളാണ് നിങ്ങൾ, ഒരു ഹജ്ജും മുടങ്ങിയിട്ടില്ല, ഒരു നിസ്കാരവും ഖളാക്കിയിട്ടില്ല. പിന്നെന്തുകൊണ്ടാ നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു കബൂലാക്കാത്തത്?
അയാൾ പറയാൻ തുടങ്ങി, മാലിക് ബിൻ ദീനാർ തങ്ങളെ, എന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ വീട്ടിലേക്ക്, എന്റെ വീട്ടിലേക്ക് ഒരു ശഅബാനിന്റെ രാത്രിയിൽ, അതാ 29ന്റെ രാത്രിയിൽ ഞാൻ കടന്നു ചെല്ലുകയാണ്. നാളെ റമദാനാണ്. ഞാൻ മദ്യപിച്ച് ലക്കുകെട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്റെ മാതാവ് നേരത്തെ വീട്ടിലുണ്ട്, പ്രായമുള്ള സുഖമില്ലാത്ത എന്റെ പ്രിയപ്പെട്ട മാതാവ്. ഞാനിങ്ങനെ കുടിച്ചു പൂസായി ലക്കുകെട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ എന്റെ മാതാവ് എന്നോട് ചോദിച്ചു, എടാ ദുഷ്ടനായ മോനെ, നാളെ റമദാനാണടാ, ലോക മുസ്ലിമീങ്ങൾ നാളെ റമദാൻ ആഘോഷിക്കുകയാണടാ, നീ എന്തിനാണ് കുടിച്ചു പൂസായി റമദാനെ കുടിയനായി സ്വീകരിക്കുന്നത് എന്തിനാടാ? എന്റെ ഉമ്മ എന്നോടങ്ങ് ദേഷ്യപ്പെട്ടു സംസാരിച്ചു. ലക്കില്ലാതെ ലഗാനില്ലാതെ ഞാൻ ഉമ്മാന്റെ കയ്യിൽ പിടിച്ചു വലിച്ചെറിഞ്ഞു കളഞ്ഞു. അന്നേരത്ത് സംഗതി വശക്കേടാണെന്ന് കണ്ടപ്പോൾ എന്റെ എളാപ്പാന്റെ മോള് വീട്ടിലുണ്ട്. അവൾ എന്നെ ഒരു റൂമിലേക്ക് അങ്ങ് തള്ളിയിട്ടിട്ട് കതകങ്ങ് ലോക്ക് ചെയ്ത് കളഞ്ഞു. കുറെ രാത്രിയുടെ യാമങ്ങൾ ഇങ്ങനെ പിന്നിട്ട് പോയപ്പോൾ എനിക്ക് ബോധം തെളിഞ്ഞു. ബോധം തെളിഞ്ഞപ്പോ ഞാൻ വാതിൽ മുട്ടി, വാതിൽ തുറക്കുന്നില്ല. എന്റെ എളാപ്പാന്റെ മകൾ എന്നോട് പിണങ്ങി വർത്തമാനം പറയുന്നത് പോലെ ഞാൻ ചോദിച്ചു, പെണ്ണേ ഇതെന്തൊരു പിണക്കമാണ്? പെണ്ണേ ഇതെന്തൊരു പിണക്കമാണ്? ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിനാണ്? നീ എന്നോട് അങ്ങനെ വർത്താനം പറയാറില്ലല്ലോ. ആ സമയത്ത് ആ പെണ്ണ് പറയുകയാണെടാ, ഇന്ന് ലോക മുസ്ലിമീങ്ങൾക്ക് റമദാനാടാ, പക്ഷേ നീ ഏറ്റവും വലിയ വഞ്ചകനും തെറ്റുകാരനും പാപിയും മോശക്കാരനുമാണ്. നിന്റെ മാതാവിന്റെ കയ്യിൽ പിടിച്ച് നീ മാതാവിനെ വലിച്ചെറിഞ്ഞത് അടുപ്പിലേക്കാണ്. ആളിക്കത്തിക്കൊണ്ടിരുന്ന തീയിലകപ്പെട്ട് നിന്റെ മാതാവ് കത്തിക്കരിഞ്ഞ് രക്ഷപ്പെടുത്താൻ കഴിയാത്ത വിധമങ്ങ് മരിച്ചുപോയടാ. ഇന്ന് റമദാനാണടാ. ലോക മുസ്ലിമീകളെ മുഴുവനും പഠിച്ചവന്റെ തൗബയുടെ വാതിൽക്കൽ പോയി നിന്ന്, ഈ റമദാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണം റഹ്മാനേ, റമദാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മാപ്പ് നൽകണം റഹ്മാനേ എന്ന് മുസ്ലിമീങ്ങൾ ആമീൻ പറഞ്ഞു ദ്വാരക്കുന്ന റമദാനിന്റെ ആദ്യത്തെ ദിവസം നിന്റെ ഉമ്മാനെ നീ കത്തിച്ചവനാണടാ. ഇത് കേൾക്കേണ്ട താമസം കതക് ഞാൻ ചവിട്ടിപ്പൊളിച്ച് പുറത്തേക്ക് ഇറങ്ങി ഓടി ഞാൻ അടുപ്പത്ത് പോയി നോക്കുമ്പോ എന്റെ ഉമ്മ കത്തിക്കരിഞ്ഞ് ജനാസയായി കിടക്കുകയാണ്. ഞാനകത്തളത്തിലേക്ക് ഓടിച്ചെന്നിട്ട് എന്റെ മൂർച്ചയുള്ള വലിയ പടവാള് ഞാനങ്ങ് വലിച്ചൂരി എന്റെ ഉമ്മാനെ കത്തിച്ച് കളഞ്ഞ കൈ ഞാനെടുത്ത് അതാ വീട്ടിന്റെ വാതിലിന്റെ പടിവാതിലിൽ ഇങ്ങനെ വെച്ചിട്ട് ഞാനങ്ങ് വെട്ടി മുറിച്ചു മാറ്റി. എന്റെ ഈ തോള കൈ കണ്ടോ, പകുതിയേ ഉള്ളൂ, എനിക്ക് വലത്തെ കൈയില്ല. ഉമ്മാനെ കത്തിച്ചതിന് പകരമായി ഞാൻ എന്നെ തന്നെ അങ്ങ് ശിക്ഷിച്ചതാണ്. അതാ എന്റെ ജീവിതത്തിൽ എന്റെ അരമന ഞാൻ തുറന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ സമ്പാദിച്ചു വെച്ച 70,000 ദീനാറ് ഞാൻ എടുത്തു. അന്ന് ഖുറാസാനിന്റെ തെരുവിലേക്ക് പാതിരാത്രി സമയത്ത് ഞാൻ ഓടിച്ചെന്നു. അവിടെ ഖുറാസാനിന്റെ തെരുവിൽ കുറെ പാവപ്പെട്ട ഫുഖറാക്കളുണ്ട്, ഫക്കീറുമാരുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ സമ്പാദിച്ച 70,000 ദീനാറ് ആ ഫുഖറാക്കൾക്കങ്ങ് വിതരണം ചെയ്തു. എന്നിട്ട് ഞാൻ ഒരൊറ്റ നടത്തമാണ് ഇലാ ഹറമില്ലാഹി ശരീഫ്, ഇലാ ബൈത്തില്ലാഹി ശരീഫ്, അല്ലാഹുവിന്റെ കഅബാലയം ലക്ഷ്യമാക്കി ഞാൻ നടന്നു. 40 കൊല്ലമായി ഞാൻ ഇവിടെ താമസിക്കുമ്പോ 40 ഹജ്ജ് ചെയ്തയാളാണ് ഞാൻ. ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ജീവിതം നയിക്കുന്നയാളാണ് ഞാൻ.
പക്ഷേ ഓരോ കൊല്ലം കഴിയും തോറും ഓരോരോ ആളുകൾ അതാ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരിക്കുന്ന സ്വാലിഹീങ്ങളായ ആളുകൾ എന്റെ ചാരത്ത് വന്നിട്ട് പറയും, എല്ലാവരുടെ ഹജ്ജും അല്ലാഹു സ്വീകരിച്ചു, പക്ഷേ നിങ്ങളുടെ ഹജ്ജ് മാത്രം അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. ഇത്തവണ പറയാൻ വന്നയാള് മാലിക് ബിൻ ദീനാർ തങ്ങളെ നിങ്ങളാണ്. ഇത് കേൾക്കേണ്ട താമസം മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു, എടാ ഉമ്മാനെ കത്തിച്ചവനെ, ദുനിയാവ് മുഴുക്കൈ നിനക്ക് കത്തിച്ചുകൂടായിരുന്നോടാ? ഒരു നിമിഷം പോലും നിന്റെ അടുത്ത് ഞാൻ നിൽക്കൂല. ഞാൻ നിന്റെ അടുത്ത് നിന്നാൽ നിനക്കിറങ്ങുന്ന ലാനത്തുകൂടി എനിക്കിറങ്ങും. അതുകൊണ്ട് ഞാൻ പോകുകയാണ്. മാലിക് ബിൻ ദീനാർ തങ്ങളങ്ങ് തിരിച്ചു നടന്നു. ഈ മനുഷ്യന്റെ കൽവങ്ങ് പൊട്ടിപ്പോയി. അതാ ചരൽ കല്ലുകൾ വാരി തലയിലൂടെ ഇട്ടിട്ട് നിലവിളിക്കുകയാണ്, യാ വൈലത്താ, എന്റെ നാശവേ. ഭ്രാന്തനെ പോലെ കൈകാലുകളിൽ ചങ്ങലയിട്ട മനുഷ്യൻ അതാ നിലത്ത് കിടന്ന മണൽ തരികൾ വാരി തലയിലൂടെ ഇട്ടിട്ട് ആർത്തട്ടഹസിച്ചു ഭ്രാന്തനെ പോലെ കരഞ്ഞു വിളിക്കുന്നു, റബ്ബേ, ഞാൻ ലെവലില്ലാതെ അബോധാവസ്ഥയിൽ കള്ളുകുടിച്ച് ഞാൻ എന്റെ ഉമ്മാനെ കത്തിച്ചു കളഞ്ഞു. ശരിയാണ്, 40 കൊല്ലമായി നിനക്ക് വേണ്ടി ഞാൻ ദ്വാരക്കുന്നു, ഞാൻ തൗബ ചെയ്യുന്നു, ഞാൻ നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി പാപ്പിന് വേണ്ടി യാചിക്കുന്നു. നീ എന്തുകൊണ്ടാണ് റബ്ബേ എന്നെ സ്വീകരിക്കാത്തത്? നീ എന്തുകൊണ്ടാണ് പടച്ചവനെ എന്നെ കബൂലാക്കാത്തത്? അനീസി എന്റെ വഹദത്തി, റഫീഖി എന്റെ സല്ലത്തി. എല്ലാവരും എന്നെ ഒഴിവാക്കിയാലും നീ എന്നെ ഒഴിവാക്കല്ല റബ്ബേ. ദുനിയാവിൽ നീ എന്നെ വലിച്ചെറിഞ്ഞാൽ ഞാൻ ഏതു രാജാവിന്റെ വാതിൽ പടിയിലാണ് പോയി നിൽക്കുക? 40 കൊല്ലമായി ഞാൻ നിസ്കരിച്ച ഒരൊറ്റ വഖത്ത് നിസ്കാരവും നീ കബൂലാക്കിയില്ല. എന്നെ നീ നരകത്തിലിട്ട് കത്തിക്കാനാണോ റബ്ബേ തീരുമാനം? ഞാൻ ആരെടുത്ത് പോയിട്ടാണ് റബ്ബേ തൗബ ചെയ്യുക എന്നീ മനുഷ്യൻ വാവിട്ട് നിലവിളിച്ച് ഒരു ഭ്രാന്തനെ പോലെ കരയാൻ തുടങ്ങി. സഹോദരന്മാരെ, മഹാനായ മാലിക് ബിൻ ദീനാർ തങ്ങൾ നേരെ ഹറമിൽ പോയി വിഷണ്ണനായി വിഷമിച്ചു ദുഃഖിതനായി കിടക്കുകയാണ്. അന്നേരത്തതാ സ്വപ്നത്തിൽ മറ്റൊരാൾ വരുന്നു. അതാ ശഫീഉൽ മുദ്നിബീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നേതാവ് കടന്നു വരികയാണ്. മോനെ മാലിക് ബിൻ ദീനാറേ, ലിമാദാ തുകന്നത്തിൻ അസമിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആളുകളെ നീ എന്തിനാണ് ആശമുറിച്ച് കളയുന്നത്? പോകൂ, അദ്ദേഹത്തോട് പറയൂ, അല്ലാഹു അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തെന്ന് പറയൂ. പക്ഷേ ഒരു 3 ദിവസം അയാൾ നരകത്തിൽ കിടക്കേണ്ടി വരും. 3ാമത്തെ ദിവസം ഉമ്മാന്റെ കയ്യിൽ പിടിച്ച് അല്ലാഹു അയാളുടെ കൽബിൽ ഉമ്മാനോട് റൗഫത്ത് കൊടുത്തിട്ട് ഉമ്മ അയാളെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിലങ്ങ് കയറ്റും. സഹോദരങ്ങളെ, അവിടെയും ഇടപെടാൻ വന്ന നേതാവ് ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കട്ടെ. പുന്നാര നബിയോട് കൽബിലരിക്കും നിങ്ങൾക്കും മഹബത്ത് വേണം. എന്റെ ഉമ്മ പെങ്ങന്മാരെ, ധാരാളം സ്വലാത്ത് ചെല്ലണം. ഒരുപാട് തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം. ഒരുപാട് തവണ റസൂലുള്ളാഹിനെ കാണണം. ഒരു തവണയെങ്കിലും മദീനയിലൊന്ന് പോകണം. അല്ലാഹു ഈ ജീവിതം തന്നത് എന്തിനാണ്? അടിച്ചു പൊളിക്കാനല്ല. ചെറുപ്പക്കാരാ, ഫേസ്ബുക്കിനകത്ത് നിനക്ക് ആഘോഷിക്കാനല്ല ജീവിതം അല്ലാഹു നൽകിയത്. എന്റെ പ്രിയപ്പെട്ട പൊന്നു പെങ്ങളെ, ചാറ്റ് ചെയ്യാനുള്ളതല്ല,
തോന്നിവാസങ്ങൾ മൊബൈൽ ഫോണിലൂടെ രതിസല്ലാവം നടത്താനല്ല. നിനക്ക് അല്ലാഹു തന്ന നല്ല വെളുത്തു തൊടുത്ത കവിൾത്തടങ്ങൾ, നിന്റെ മാംസളമായ ശരീരങ്ങൾ ഈ തെരുവിന്റെ കവലയിലൂടെ ജീൻസും സ്കിൻ ഫിറ്റ് പാന്റും ഒക്കെ ഇട്ട് അടിച്ചു പൊളിച്ച് കാണിച്ച് നടക്കാനല്ല. അല്ലാഹുവിനെ പേടിച്ച് കൃത്യമായി 5 നേരം നിസ്കരിച്ച് ഔറത്ത് പാലിച്ച് ജീവിക്കാനാണ്. മുഅ്മിനീങ്ങളെ, എന്നല്ലെങ്കിൽ നാളെ നമ്മളങ്ങ് മരിച്ചു പോകും. മെനഞ്ഞാന്ന് എന്റെ മൂത്താപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹുവേ, ആ ഖബർ സ്വർഗമാക്കണം റഹ്മാനേ. എത്രയോ ആളുകൾ മരണപ്പെട്ടു പോകുന്നു. മൈസൂരിൽ കാസർഗോഡ് വയലിന് പോയപ്പോൾ മൈസൂരിൽ ബായാർ തങ്ങൾ പറഞ്ഞു 12 പേര് മരിച്ചു ആക്സിഡന്റിൽ. ചെറിയ 3 കുട്ടികളുണ്ട് ആ കുടുംബത്തിൽ. നീ ബറക്കത്ത് നൽകണം റഹ്മാനേ, മരിച്ചവരുടെ ഖബറുകൾ സ്വർഗമാക്കണം റഹ്മാനേ. അങ്ങനെ എത്രയോ ആളുകൾ പെട്ടെന്ന് മരിച്ചു പോകുന്നു. ഞാനും മരിക്കും, നിങ്ങളും മരിക്കും. ഭാര്യമാരോട് നമ്മൾ പറയൂല ഇന്ന ദിവസം നമ്മൾ മരിക്കുമെന്ന്. മക്കളോട് നമ്മൾ പറയൂല, ഒരു ബന്ധുക്കളോടും യാത്ര പറയൂല. സഹോദരങ്ങളെ, ഖബറിൽ നമ്മളൊക്കെ ഒറ്റയ്ക്കാണ്. ആ ഖബറിൽ നമുക്ക് സന്തോഷമുണ്ടാകണം. ഞാനിന്നിവിടെ പ്രസംഗിക്കുന്ന നിങ്ങളൊക്കെ വഴന്ന് കേൾക്കാറുണ്ട്. ഞാനങ്ങ് മരിച്ചു നോക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും എന്റെ ഖബറിൽ വരുമോ? വരൂലല്ലോ. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണം. അല്ലാഹുവിനെ പേടിച്ച് പടച്ചവന്റെ അടുക്കൽ മഖബൂലിയത്തുള്ള നല്ലവരായി ഞാനും നിങ്ങളും ജീവിക്കണം. ഒരു ആലിമിനെയും നമ്മൾ തെറി പറയാൻ പാടില്ല, ഒരു തങ്ങളെയും നമ്മൾ തരം താഴ്ത്താൻ പാടില്ല, ഒരു മനുഷ്യനോടും കൽബിനകത്ത് നിഫറത്ത് വെക്കാൻ പാടില്ല. ഒരു മുഅ്മിനായ മനുഷ്യനോടും നമ്മുടെ മനസ്സിനകത്ത് അസൂയ പാടില്ല, നമുക്ക് വൈരാഗ്യം പാടില്ല. അല്ലാഹു നമ്മുടെ ഖൽബുകൾ സംശുദ്ധമാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ കുല്ലമാ ദക്കറഹുൽ ദാക്കിറൂന വഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ. അളീമായ പടച്ചവനെ, ഞങ്ങളെപ്പോ പറഞ്ഞത് കേട്ടത് നീ കബൂലാക്കണം റഹ്മാനേ, നീ സ്വീകരിക്കണേ റഹ്മാനേ. അകലെ മദീനയുടെ മലർവനിയിൽ വിശ്രമിക്കുന്ന ഞങ്ങളുടെ പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് നീ എത്തിച്ച് സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഖബറുകളിൽ എത്തിച്ച് സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധുമിത്രാദികൾ, ഭാര്യമക്കൾ, സ്നേഹജനങ്ങൾ, സഹപാഠി സുഹൃത്തുക്കൾ, സഹകാരികൾ, ഭക്ഷണം തന്നവർ, ദുആ വസിയ്യത്ത് ചെയ്തവർ, ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സംഗമങ്ങളെയും സഹായിക്കുന്നവർ, ഞങ്ങളുടെ മജ്ലിസുകളിൽ ഒരുമിച്ച് കൂടുന്നവർ, ഞങ്ങൾ മജ്ലിസുകളിൽ ചോദിക്കുമ്പോൾ നൽകുന്നവർ, അല്ലാഹുവേ എല്ലാവർക്കും നീ പൊറുക്കണം റഹ്മാനേ, കാരുണ്യം നൽകണേ റഹ്മാനേ. ഈ മജ്ലിസിൽ ഒരുമിച്ചുകൂടിയ ഈ പാവപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് നീ പൊറുക്കണേ അല്ലാഹ്. മഗ്രിബിന് ശേഷം തുടങ്ങിയ മജ്ലിസാണ്, എത്രയോ മണിക്കൂറുകളായി ഈ പാവപ്പെട്ട മുഅ്മിനീങ്ങൾ ഇവിടെ കാത്തു നിന്നു. അല്ലാഹുവേ അവർക്ക് പൊറുക്കണം അല്ലാഹ്, നീ റഹ്മത്ത് ചെയ്യണം അല്ലാഹ്. ഞങ്ങൾ ഈ ജനങ്ങളോട് വഅദ് പറയാൻ യോഗ്യരല്ല റഹ്മാനേ. ഞങ്ങൾക്ക് ഇൽമില്ല അല്ലാഹ്, തഖ്വയില്ല അല്ലാഹ്, ഇഖ്ലാസില്ല റബ്ബേ. അല്ലാഹുവേ ഈ മജ്ലിസിന് ബറക്കത്തുണ്ടല്ലോ റബ്ബേ, ഞങ്ങൾക്ക് ആ ബറക്കത്ത് ജീവിതത്തിൽ നൽകണം റഹ്മാനേ. ഈ മജ്ലിസിൽ ആമീൻ പറയുന്ന മുഅ്മിനീങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ക്യാൻസർ നൽകല്ലേ റഹ്മാനേ, ബ്രെയിൻ ട്യൂമറും ഹാർട്ട് ബ്ലോക്കും നൽകല്ലേ റഹ്മാനേ. അതാ ഞങ്ങളുടെ ബന്ധത്തിലൊരു ചെറിയ ചോരപ്പൈതന് പ്രസവിച്ച സമയത്ത് വയറ്റിലുണ്ടാകേണ്ട കുടൽമാലയടക്കമുള്ള സംഭവങ്ങൾ അതാ നെഞ്ചിന്റെ ഭാഗത്തേക്ക് കയറിയിരിക്കുന്നു. 1 ലക്ഷത്തിൽ ഒരു കുട്ടിക്കുണ്ടാകുന്നതാണ് അത്തരം സമ്പ്രദായങ്ങൾ. അത് ഓപ്പറേഷൻ ചെയ്ത് യഥാസ്ഥാനങ്ങളിൽ വെച്ചു ICUവിലാണ്. നീ ശിഫ നൽകണം റഹ്മാനേ. നല്ല ആരോഗ്യമുള്ള ദീനിന്റെ ദായിയായൊരു മോനായി ആ മോനെ മാറ്റണം റഹ്മാനേ.
നീ വിചാരിച്ചാൽ നടക്കാത്തതെന്താണ് റബ്ബേ? ഒരു കാസർഗോട്ടുള്ള ഒരു ചെറിയ കുട്ടിക്ക് മലദ്വാരമില്ല, വായിലൂടെയാണ് കാഷ്ടിക്കുന്നത്. നീ ശിഫ നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ഒരു സഹോദരൻ തന്റെ പൊന്നുമോള് മരിക്കാൻ വേണ്ടി ദുആരക്കാൻ പറഞ്ഞു. വലിയ തലയുള്ള മകൾ, ഉണ്ട കണ്ണുകളുള്ള മകൾ, ശരീരമാസകലം അതാ നീർക്കില് പോലെ നീണ്ട കൈകാലുകൾ, അതാ ഒരു കണ്ടാലൊരു മനുഷ്യക്കുട്ടിയാണെന്ന് തോന്നൂല. എന്തോ ഒരു ചലന്തി നിലത്ത് കിടക്കുന്നത് പോലൊരു വല്ലാത്തൊരു രൂപം. ഹോസ്പിറ്റലുകളിൽ കാണിച്ചു മടുത്തു, ഡോക്ടർമാര് കൈയൊഴിഞ്ഞു. ഉസ്താദേ, ഞാനെന്ന് ചിരിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. ഈ കുട്ടിക്ക് 10-16 വയസ്സ് പ്രായമുണ്ട്. അങ്ങനെ എത്രയോ ഉമ്മയാണെങ്കിലോ മാനസിക രോഗിയായി. അങ്ങനെയൊക്കെ സങ്കടം പറഞ്ഞ സഹോദരങ്ങളുണ്ട് റബ്ബേ. മരണമാണ് ഖൈറെങ്കിൽ ആ കുട്ടിക്ക് മരണം നൽകണം റഹ്മാനേ. ജീവിതമാണ് ഖൈറെങ്കിൽ ആരോഗ്യമുള്ള നല്ല ജീവിതം നൽകണം റഹ്മാനേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ നജീമിക്കാന്റെ ഒരു ചെറിയ കുഞ്ഞുമോൻ, ജ്യേഷ്ഠന്റെ അനുജന്റെ കുഞ്ഞുമോൻ അതാ SAT-യിലാണ്, ഗുരുതരാവസ്ഥയിലാണ്. റബ്ബേ, ജീവിതമാണ് ഖൈറെങ്കിൽ ജീവിതം നൽകണം, മരണമാണ് ഖൈറെങ്കിൽ നീ മരണം നൽകണം റഹ്മാനേ. ചെറിയ ചോര പൈതലാണ്, 6-7 മാസം പ്രായമുള്ള ചെറിയ കുട്ടിയാണ്. എപ്പോഴും ജന്നി വരുന്നു, കണ്ണിന് കാഴ്ചയില്ല, കിടന്ന് കിടന്ന് കരയുന്നു, ശ്വാസം മുട്ടുന്നു, കണ്ടു നിൽക്കാൻ തോന്നുന്നില്ല. അല്ലാഹുവേ, ആ ചെറിയ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. റബ്ബേ, ഞങ്ങൾക്ക് നൽകുന്ന മക്കളെ നീ ആരോഗ്യമുള്ള മക്കളാക്കണം റഹ്മാനേ. നിന്റെ ദീനിന്റെ ദായികളായ ഹാഫിളീങ്ങളായ ആലിമീങ്ങളായ മാദിഹീങ്ങളായ ഫുഖറാക്കൾക്കും മിസ്കീന്മാർക്കും ആലിമീങ്ങൾക്കും മുത്തഅല്ലിമീങ്ങൾക്കും സാദാത്തുക്കൾക്കും സമുദായത്തിനും ഗുണകരങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തുന്ന നല്ല മക്കളെ ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. പഠിച്ചവനെ, ഈ മജ്‌ലിസിലും എത്രയോ ആളുകൾക്ക് നല്ല മക്കൾ, അവർക്ക് ഓർമ്മശക്തിയുള്ള കൂർമ്മ ബുദ്ധിയുള്ള മക്കളാക്കണം റഹ്മാനേ. ആലിമീങ്ങളും സ്വാലിഹീങ്ങളുമായ മക്കളാക്കണം റഹ്മാനേ. അല്ലാഹുവേ, മക്കളില്ലാത്ത പാവങ്ങളുണ്ട് റബ്ബേ, അവർക്ക് മക്കളെ നൽകണം റഹ്മാനേ. നീ മക്കളില്ലാത്ത അവരുടെ ഖൽബുകൾക്ക് നീ സക്കീനത്ത് നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ഈ മജ്‌ലിസിൽ ക്യാൻസർ രോഗികളുണ്ട്, നീ ശിഫയാക്കണേ അല്ലാ. ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടെന്ന്. പിന്നെ എപ്പോഴോ ഒരു സുപ്രഭാതത്തിൽ അതാ എന്തെങ്കിലുമൊക്കെയായി ഹോസ്പിറ്റലിൽ പോകും, പറയും ക്യാൻസർ ആണ്, ബ്രെയിൻ ട്യൂമറാണ്, അതാണ് ഇതാണ്. ഞങ്ങളുടെ ശരീരങ്ങളിൽ അങ്ങനത്തെ മാരകമായ രോഗങ്ങളുണ്ടെങ്കിൽ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഈ നിമിഷം മുതൽ ബാത്തുലാക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ടതെന്താണ് നീ നൽകണം റഹ്മാനേ. കടക്കാരുണ്ട്, നീ സലാമത്താക്കണം റഹ്മാനേ. ടെൻഷൻ അടിപ്പിച്ച് ആത്മഹത്യയിലേക്ക് എത്തുന്നൊരവസ്ഥ വരുത്തല്ലേ അല്ലാ. എത്രയോ പാവപ്പെട്ട കടക്കാരുണ്ട്, നീ അവർക്ക് തുണയാകണം അല്ലാ. ഞങ്ങളെ നീ നല്ല സ്വാലിഹീങ്ങളാക്കണം റഹ്മാനേ. ജനങ്ങളോട് ഞങ്ങൾ വഅദ് പറയുന്നു, ജനങ്ങൾ ഞങ്ങളെപ്പറ്റി നല്ലവരാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളാണെങ്കിലോ സ്വകാര്യ ജീവിതത്തിൽ തോന്നിവാസികളാകുന്നു. അല്ലാഹുവേ, അത്തരം ദുഷിച്ച ആളുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. പറയുന്നതിനേക്കാൾ ഞങ്ങളുടെ ഖൽബുകളിൽ ഇഖ്ലാസും യഖീനും നൽകണം റഹ്മാനേ. അദീമായ റബ്ബേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വകാര്യ ജീവിതങ്ങളെല്ലാം നീ നന്നാക്കി തരണം റഹ്മാനേ. ഈ കൈകളിൽ നീ ബറക്കത്ത് വെക്കണേ അല്ലാ. ഈ കണ്ണുകൾക്ക് ബസീറത്തിന്റെ കാഴ്ചശക്തി നൽകണേ അല്ലാ. ഈ നാവ് കൊണ്ടൊരു കാര്യം പറഞ്ഞാൽ അതിൽ അസർ വെക്കണേ അല്ലാ. ഈ കരങ്ങൾ ഉയർത്തി ദുആരെന്നാൽ നീ ഇജാബത്ത് നൽകണേ അല്ലാ. ഈ ജീവിതവും ഈ ശരീരവും ആലിമീങ്ങൾക്ക് മുതഅല്ലിമീങ്ങൾക്ക് സാദാത്തുക്കൾക്ക് ഫുഖറാക്കൾക്ക് മിസ്കീന്മാർക്ക് ഖിദ്മത്തെടുക്കാനുള്ളതാക്കണം റഹ്മാനേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദ് മുഹമ്മദ് ഫാറൂഖ് നഈമി അൽ ബുഖാരി അവറുകളടക്കം, മുഹമ്മദ് കുഞ്ഞ് സഖാഫി ഉസ്താദ് അടക്കം, ശൈഖുനാ ഹൈദറൂസ് ഉസ്താദ് അടക്കം, സയ്യിദ് ബാല
അലവി തങ്ങളടക്കം, അഷ്റഫ് ബുഖാരി ഉസ്താദ് അടക്കം, അല്ലാഹുവേ വിഴിഞ്ഞ ഉസ്താദ് അടക്കം, മിസ്ബാഹി ഉസ്താദ് അടക്കം ധാരാളം ഉസ്താദുമാരുണ്ട്. അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും സന്തോഷവും നൽകണം റഹ്മാനേ. വഫാത്തായി പോയ ഞങ്ങളുടെ താജുൽ ഉലമ എന്ന ഉസ്താദിന്റെ ദറജയേറ്റണം അല്ലാഹ്. അല്ലാഹുവിന്റെ പദവി ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. അവരുടെ പദവിയെ നീ ഏറ്റണം റഹ്മാനേ. ഈ മജ്ലിസ് അവരുടെ ഖബറിൽ കാണിച്ച് അവർക്ക് ഇനാസ് നൽകണം റഹ്മാനേ. അവരുടെ ആത്മീയമായ കൺട്രോളുകൊണ്ട് ഞങ്ങളെ നീ തർബിയത്ത് ചെയ്യണം റഹ്മാനേ. ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഈ സംഘാടകർക്ക് ബറക്കത്ത് നൽകണം റഹ്മാനേ. ചെറിയ കുട്ടികളാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്, അവർക്ക് ബറക്കത്ത് നൽകണം റഹ്മാനേ. ഉന്നതമായ ജോലി നൽകണം റഹ്മാനേ. നല്ല ജീവിതം നൽകണം റഹ്മാനേ. നല്ല ദാമ്പത്യം നൽകണം റഹ്മാനേ. നല്ല വിദ്യാഭ്യാസവും ഉയർന്ന സ്ഥാനമാനങ്ങളും നൽകണം റഹ്മാനേ. പടച്ചവനെ, മലബാർ ക്ലാസ് റൂമിലൂടെ എത്രയോ രാഷ്ട്രങ്ങളിൽ നിന്നുകൊണ്ട് സൗദിയിലും അതുപോലെ UAE-യിലും ഖത്തറിലും ഒമാനിലും ധാരാളം ആളുകൾ ഞങ്ങളുടെ മജ്ലിസുകൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം നീ ബറക്കത്ത് നൽകണം റഹ്മാനേ. നീ അവർക്ക് ബറക്കത്ത് നൽകണം റഹ്മാനേ. ഇന്ന് ഞങ്ങൾക്കിവിടെ ലൈവ് കൊടുക്കാൻ വന്ന ഫസൽ എന്ന് പറയുന്ന കൂട്ടുകാരന് ബറക്കത്ത് നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ബറക്കത്ത് നൽകണം റഹ്മാനേ. അതിന്റെ സഹായികൾക്ക് നീ ബറക്കത്ത് നൽകണം റഹ്മാനേ. അതിന്റെ സേവകർക്ക്, പ്രവർത്തകർക്ക് ബറക്കത്ത് നൽകണം റഹ്മാനേ. ഖിയാമത്ത് നാൾ വരെ ആ സംരംഭം നീ നിലനിർത്തണേ റഹ്മാനേ. അല്ലാഹുവേ, നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആമീൻ പറയുന്ന മുഅ്മിനീങ്ങളുടെ ഖൽബുകളിൽ എത്രയോ രാജ്യങ്ങളിൽ ഇത് കേട്ടുകൊണ്ട് ആമീൻ പറയുന്ന പാവങ്ങളുടെ ഖൽബുകളിലുള്ള നല്ല നല്ല മുറാദുകൾ നീ ഹസലാക്കി കൊടുക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ റഹ്മാനേ. ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങൾ ആളുകളോട് വഅദ് പറഞ്ഞ് ഞങ്ങൾ ദീനിന്റെ ആളുകളായി അറിയപ്പെട്ട് അവസാനം മരിക്കുമ്പോൾ കാഫിരീങ്ങളായി മരിച്ചു പോയാൽ എത്ര ഹതഭാഗ്യമാണ് ഈ ജീവിതം. അല്ലാഹുവേ, ഞങ്ങൾക്കൊരു യോഗ്യതയുമില്ല, ഒരു അർഹതയുമില്ല. നീ ഞങ്ങൾക്ക് കാമിലായ ഈമാനോടെ ഹുസ്നുൽ ഖാത്തിമത്ത് നൽകണം റഹ്മാനേ. ربنا تقبل منا لا تخيب رجاءنا لا تردنا خائبين لا تردن أيدينا خائبين بسبب كثرة ذنوبنا يا أرحم الراحمين. بحق النبي محمد أصحاب النبي محمد عطرة النبي محمد مداح النبي محمد وببركة تربة مدينة النبي محمد وببركة أولياء من أمة محمد وببركة قدمي النبي محمد وببركة علي النبي محمد ببركة صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സംഘാടകർക്ക്